Good afternoon. നമ്മള് ബേസിക് ഓഫ് കമ്പ്യൂട്ടറിന്റെ ക്ലാസ് ആണ് എടുത്തുകൊണ്ടിരിക്കുന്നത്. അതിന്റെ ഒരുപാട് കഴിഞ്ഞു അല്ലെ? അതിന്റെ കുറച്ച് നമ്മള് എന്താണ് വേർഡ് എന്നുള്ളത്, അതല്ലെങ്കിൽ എന്താണ് എക്സല്, പവർ പോയിന്റ് എന്താന്നുള്ള കാര്യമൊക്കെ നല്ല മനസ്സിലാക്കി നമ്മള് ഇന്റർനെറ്റിലേക്ക് അല്ലെ, നമ്മുടെ ഇപ്പോഴത്തെ പ്രധാനമായിട്ടും നെറ്റിന്റെ സൗകര്യം ഉള്ളത് കൊണ്ട് അത് എങ്ങനെ യൂട്ടിലൈസ് ചെയ്യാം, അതിന്റെ കുറെ സവിശേഷതകളെ കുറിച്ചൊക്കെയാണ് ജസ്റ്റ് തുടങ്ങി വെച്ചത് അല്ലെ. ഇത് തുടങ്ങിയല്ലേ പഠിക്കേണ്ടത്, ഇന്റർനെറ്റ് തുടങ്ങി വെച്ചില്ലേ? ആരും വായിച്ചു നോക്കിയില്ലായിരുന്നോ കഴിഞ്ഞ ക്ലാസ്? അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവുന്ന അല്ലെ, ബേസിക് ഓഫ് കമ്പ്യൂട്ടർ അത്യാവശ്യം എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ് ഡിസ്കസ് ചെയ്തത്. അതില് കുറച്ച് ഇന്നെടുക്കാനുള്ളത് പ്രധാനമായിട്ടും നെറ്റിന്റെ ഇന്റർനെറ്റിന്റെ സൗകര്യം, അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. കമ്മ്യൂണിക്കേറ്റിംഗ് ത്രൂ ദ, നമുക്ക് ക്ലാസ് എടുക്കാലോ? നോക്കാം. കമ്മ്യൂണിക്കേറ്റിംഗ് ത്രൂ ദ ഇന്റർനെറ്റ് has revolutionized the people's way to connect and interact globally. നമുക്കറിയാം, നമുക്കിപ്പോ പണ്ടത്തെ മാതിരി അല്ലേ, എവിടെയുള്ള വ്യക്തികളായിട്ട് കമ്മ്യൂണിക്കേറ്റ്, ആശയവിനിമയം നടത്താനായിട്ട് യാതൊരു സമയം ബുദ്ധിമുട്ടും ഇല്ലാതെ തന്നെ എപ്പോ വേണമെങ്കിലും നമുക്ക് വിളിച്ചിട്ട് അവരായിട്ട് കോണ്ടാക്ട് ചെയ്തിട്ട് സംസാരിക്കാം. ഇൻ കേസ് വിഷ്വലി കാണണമെങ്കിൽ അല്ലെ, നമുക്ക് കണ്ട് സംസാരിക്കാനും എന്താണെങ്കിലും എന്ത് വീഡിയോ എന്താണെങ്കിലും കാണിച്ചു തരാനുള്ള സൗകര്യങ്ങളെല്ലാം ഈ കാലഘട്ടത്തിലുണ്ട്. അപ്പൊ അത് തന്നെയാണ് ഫസ്റ്റ് സെന്റൻസ് ആയിട്ട് പറയുന്നത്. കമ്മ്യൂണിക്കേറ്റിംഗ് ത്രൂ ദ ഇന്റർനെറ്റ് ഹാസ് റെവല്യൂഷണൈസ്ഡ്, വിപ്ലവകരമായ മാറ്റമാണ് അല്ലെ. അപ്പൊ പീപ്പിൾസിന് കോണ്ടാക്ട് ചെയ്യാനായിട്ട് മറ്റു ഗ്ലോബലി എന്ന് വെച്ച് കഴിഞ്ഞാൽ വേൾഡിൽ തന്നെ, നമുക്കിപ്പോ ഇന്ത്യയിൽ നിന്ന് മറ്റെവിടേക്കും നമുക്ക് വേൾഡ് യൂസബിൾ ആയിട്ട് തന്നെ ആരെയും കോണ്ടാക്ട് ചെയ്യാനായിട്ടുള്ള സൗകര്യമാണ് ഇന്റർനെറ്റ് പ്രദാനം ചെയ്യുന്നത്. It has opened up a multitude of meeting places for quick and convenient communication. അപ്പൊ ഇതിലെ പ്രധാനമായിട്ട് എടുത്ത് പറയുന്ന ഒരു പേഴ്സണൽ വ്യക്തിപരമായിട്ട് നമുക്ക് വിളിച്ച് സംസാരിക്കണമെങ്കിൽ അല്ലെങ്കിൽ വിഷ്വലി കണ്ട് സംസാരിക്കണമെങ്കിൽ സാധിക്കും. അതോടൊപ്പം തന്നെ എന്താണ് മീറ്റിംഗ് അല്ലെ, ഒരു പ്ലേസിൽ നിന്ന് മറ്റൊരു പ്ലേസിലുള്ള എല്ലാവരെയും ക്ഷണിച്ച് മീറ്റിംഗ് വരെ നമുക്ക് സംഘടിപ്പിക്കാനുള്ള സൗകര്യങ്ങൾ എന്തുണ്ട്, ഇന്റർനെറ്റിന്റെ സൗകര്യം കൊണ്ട് നമുക്ക് സാധ്യമാകുന്നു എന്നതാണ്. അപ്പൊ എന്താണ്, ആശയവിനിമയം വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് നടത്താനായിട്ട് സാധിക്കും എന്നുള്ളതാണ്. അത് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ലാതെ അല്ലെ, നമുക്ക് ഒരു സ്ഥലത്ത് നിന്ന് പോയി അവിടെ ചെന്നൊരു മീറ്റിംഗ് കണ്ടക്ട് ചെയ്യുക എന്ന് പറയുന്നത് ഇത്തിരി കൂടി ബുദ്ധിമുട്ടാണ്. നമ്മുടെ സമയത്തിന്റെ കാര്യമാണെങ്കിലും അല്ലെ, ഒരു വ്യക്തിക്ക് അവിടെ വരെ എത്തുന്നതിന്റെ ആ ഒരു റിസ്ക്, അതിന്റെ ഫിനാൻഷ്യലി ഇതൊന്നും ഇപ്പോഴത്തെ മാറ്റേഴ്സ് ഒന്നും ഇല്ല. ഫിനാൻഷ്യലി ഒന്നും പ്രോബ്ലം ഒന്നും ഇല്ലാതെ എല്ലാവരുടെയും സമയം യൂട്ടിലൈസ് ചെയ്യാനായിട്ട് എല്ലാവർക്കും മീറ്റിംഗ് അറ്റൻഡ് ചെയ്ത് അവരുടെ ഡിസിഷൻസ് അല്ലെങ്കിൽ എന്തെങ്കിലും മാനേജ്മെന്റിന്റെ തീരുമാനങ്ങളെല്ലാം എല്ലാവരെയും അറിയിക്കണമെങ്കിൽ എല്ലാ കാര്യങ്ങൾക്കും അഭിപ്രായങ്ങളൊക്കെ തുറന്നു പറയാനൊക്കെ ആയിട്ട് ഇങ്ങനെ മീറ്റിംഗ് ഒക്കെ സംഘടിപ്പിക്കാനായിട്ട് ഈ സൗകര്യം നമുക്ക് ഉപയോഗപ്രദമാണ്. അപ്പൊ ഇന്റർനെറ്റിന്റെ ഉപയോഗങ്ങളിൽ there are some important aspect of communicating through the internet. ഇന്റർനെറ്റ് വഴി ഈ ആശയവിനിമയം നടത്താൻ പറ്റുന്ന വ്യത്യസ്ത തരത്തിലുള്ള കാര്യങ്ങളുണ്ട്. അപ്പൊ അതിന്റെ കുറച്ച് കാര്യങ്ങളാണ് താഴെ പറയുന്നത്. ഫസ്റ്റ് വൺ പറയുന്നത് ഇമെയിൽ. നമുക്കറിയാം, ഒരു മെസ്സേജ് എല്ലാവരിലേക്കും അല്ലെ, എവിടെയെങ്കിലും പെട്ടെന്ന് എത്തിക്കേണ്ട ആൾക്ക് സന്ദേശം എത്തിക്കേണ്ടതുണ്ടെങ്കിൽ നമ്മൾ പൊതുവെ ഉപയോഗിക്കുന്നതാണ് ഇമെയിൽ വഴി. Email is one of the most vastly used method of internet communication. കമ്മ്യൂണിക്കേഷനിലെ ഏറ്റവും വലിയ അല്ലെ, വലിയ ഒരളവ് വരെ എല്ലാവരും തന്നെ യൂസ് ചെയ്യുന്നത്, എല്ലാവർക്കും തന്നെ ഇമെയിൽ ഐ ഡി ഒക്കെ ഉണ്ടാവും അല്ലെ. നമുക്ക് ഏത് സ്ഥലത്തേക്ക് മെസ്സേജുകൾ അയക്കാം, നമ്മുടെ ഫോണിലേക്ക് മറ്റുള്ളവരിൽ നിന്ന് മെസ്സേജുകൾ എത്തുന്നതും എന്താണ്, മെയിൽ ഐ ഡി വഴിയാണ്. It permits user to send and receive messages, documents and multimedia content rapidly and securely. നമുക്കറിയാം, ഇത് പെട്ടെന്ന് തന്നെ അല്ലേ, നമ്മൾ ഒരാശയം ഒരു സ്ഥലത്തിലേക്ക് എത്തണമെന്ന് തോന്നിയ അപ്പൊ തന്നെ അത് നമുക്ക് പെട്ടെന്ന് എത്തിക്കാനായിട്ട് ആ അഡ്രസ് അടിച്ചിട്ട് ആ മെയിലിലേക്ക് അടിച്ചിട്ട് നമുക്ക് കൊടുത്തു കഴിഞ്ഞാൽ അവിടേക്ക് സെൻഡ് ചെയ്യാൻ സാധിക്കും.
അത് പ്രത്യേകമായിട്ട് പറയുന്ന ഒരു കാര്യം, ഇത് പെട്ടെന്ന് തന്നെയും അതോടൊപ്പം തന്നെ സുരക്ഷിതമായിട്ടും ആശയങ്ങളെ, മെസ്സേജുകളെ അല്ലെങ്കിൽ ഡോക്യുമെന്റ്സിനെ കൈമാറാൻ ചെയ്യാനായിട്ട് സാധിക്കുമെന്നുള്ളതാണ്. Then email provides a flexible and synchronous mode of communication. അതായത് നമുക്ക് എഫിഷ്യന്റ് ആയിട്ട് അല്ലെ കാര്യക്ഷമമായിട്ട് തന്നെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട്, ആശയവിനിമയം നടത്താൻ പറ്റുന്ന അല്ലെങ്കിൽ ചേഞ്ചബിൾ ആയിട്ട്, ഇപ്പൊ കേസ് ഒരു ഇമെയിൽ എടുത്തു നമ്മൾ എന്തെങ്കിലും അയച്ചു കഴിഞ്ഞിട്ട് വീണ്ടും നമുക്ക് ചിലപ്പോൾ ആണെങ്കിൽ വേണമെങ്കിൽ വീണ്ടും ഒന്ന് ഫോർമാറ്റ് ചെയ്തിട്ട് ചേഞ്ചബിൾ ആക്കിയിട്ട് വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പൊ അതൊരു ഫ്ലെക്സിബിൾ ആണ്, അതോടൊപ്പം തന്നെ കാര്യക്ഷമമായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു മോഡ് ഓഫ് കമ്മ്യൂണിക്കേഷൻ ആണ് ഇമെയിൽ എന്ന് പറയുന്നത്. Permitting individuals and business to communicate effectively across different time zones. നമുക്കറിയാമല്ലോ ഒരു ഇമെയിൽ എന്ന് പറയുന്ന ഒരു പ്ലേസിൽ നിന്ന് മറ്റൊരു പ്ലേസിലേക്ക്, അതിപ്പോ ഏത് സോൺ ഏത് മേഖലയിലുള്ള വ്യക്തികൾക്കാണെങ്കിലും നമുക്ക് ഡയറക്റ്റ് ആയിട്ട് മെയിൽ അയക്കാനായിട്ട് സാധിക്കും. അത് പെട്ടെന്ന് തന്നെ അല്ലേ ആ പ്ലേസ് നമ്മൾ ആരെയാണ് ഉദ്ദേശിച്ചത് അവർക്ക് ആ മെസ്സേജ് എത്തിക്കാനായിട്ട് സാധിക്കും എന്നുള്ളത്. ഇൻഡിവിജ്വൽസ് ആൻഡ് ബിസിനസ് കമ്മ്യൂണിക്കേറ്റീവില് പ്രത്യേകം എടുത്തു പറയുന്ന ഒരു പേഴ്സണിന് വേണ്ടി മാത്രമല്ല, ബിസിനസ് ആയിട്ടുള്ള അല്ലെ നമ്മുടെ വ്യാപാര മേഖലകളിലെല്ലാം തന്നെ ഇത്തരത്തിലുള്ള സന്ദേശങ്ങൾ കൈമാറാനായിട്ട് ഇമെയിൽ എന്ന ഒരു ഇന്റർനെറ്റ് സൗകര്യം ഉപയോഗിക്കാറുള്ളതാണ്. നെക്സ്റ്റ് വോയിസ് ആൻഡ് വീഡിയോ കോഡ്. അതും നമുക്കറിയാം അല്ലെ, നമുക്കിപ്പോ നമ്മൾ തന്നെ അറ്റൻഡ് ചെയ്യുമ്പോൾ വോയിസും വീഡിയോയും ഒക്കെ വർക്കിംഗ് ആണ് അല്ലെ, അത് ആവശ്യാനുസരണമാണ് നമ്മളത് ഉപയോഗിക്കുന്നത്. ഇന്റർനെറ്റ് ബേസ്ഡ് വോയിസ് ആൻഡ് വീഡിയോ കോളിംഗ് സർവീസസ് ലൈക്ക് സ്കൈപ്പ്, സൂം ആൻഡ് മൈക്രോസോഫ്റ്റ് ടീം മേക്ക് ഇൻഡിവിജ്വൽസ് ആൻഡ് ബിസിനസ് ഏബിൾ ടു ഹാവ് എ റിയൽ ടൈം ഓഡിയോ ആൻഡ് വീഡിയോ കൺവർസേഷൻ. നമുക്ക് അറിയാം വ്യത്യസ്ത തരത്തിലുള്ള ഇതുകളുണ്ട് അല്ലെ, ടൂളുകളുണ്ട് ഈ സർവീസുകൾ, ഈ സേവനങ്ങൾ ലഭ്യമാക്കാനായിട്ട്. സ്കൈപ്പ് വഴി, സൂം മീറ്റിംഗ് വഴി, മൈക്രോസോഫ്റ്റ് ടീംസ്, അങ്ങനെ വ്യത്യസ്ത തരത്തിലുള്ള ഇതുകൾ. നമുക്കറിയാം ഏതൊരു സ്ഥാപനം ആ സ്ഥാപനത്തിന് ഒരു രീതിയാണ് അല്ലെ, അത് ഫോളോ ചെയ്യുകയാണ്. നമ്മൾ എവിടെയാണ് വർക്ക് ചെയ്യുന്നത് ആ വർക്ക് ചെയ്യുന്നവര് ഫോളോ ചെയ്യുന്നത് എന്താണോ, അല്ലെ നമ്മളൊരു സ്റ്റുഡന്റ് ആയിരിക്കുന്ന എവിടെയാണോ അവര് ഫോളോ ചെയ്യുന്നത് എന്താണോ, അങ്ങനെ അവര് ഫോളോ ചെയ്യുന്നതിന്റെ അടിസ്ഥാനത്തിൽ വ്യത്യസ്ത തരത്തിലുള്ള വോയിസ് വീഡിയോ കോൾസുകൾ നമ്മൾ കൈകാര്യം ചെയ്യേണ്ടതുണ്ട്. സ്കൈപ്പ് വഴിയാണെങ്കിലും സൂം മീറ്റിംഗ് ഒക്കെ സംഘടിപ്പിച്ച് അല്ലെ, നമുക്കിപ്പോ സ്റ്റുഡൻസിന്റെ ഒക്കെ പാരന്റ്സ് മീറ്റിങ്ങും കാര്യങ്ങളും വരെ നമ്മൾ സൂം മീറ്റിംഗ് വഴിയൊക്കെയാണ് അറ്റൻഡ് ചെയ്യാനായിട്ട് പറ്റുക. അപ്പൊ അതെന്താ പ്രത്യേകത, അതിനുള്ള ഉപകാരം എന്താണ്, സമയം മാക്സിമം യൂട്ടിലൈസ് ചെയ്യാൻ സാധിക്കും. ആർക്കും എവിടെയും എത്തിപ്പെടാനായിട്ടുള്ള ആ ബുദ്ധിമുട്ടുകളൊന്നും സഹിക്കേണ്ടതായിട്ട് വരില്ല. ഫിനാൻഷ്യലി വലിയ മാറ്റേഴ്സ് ഒന്നും വരും, റിസ്കുകളൊന്നും വരില്ല. എന്താണ് നെറ്റിന്റെ ഒരു സൗകര്യം മാത്രം മതി അല്ലെ, ഇപ്പോഴത്തെ കാലഘട്ടത്തിന് അതിന്റെ ഒരു സൗകര്യം മാത്രം നേടിക്കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം എളുപ്പം ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട്. ഇപ്പൊ സ്കൈപ്പും സൂമും മൈക്രോസോഫ്റ്റ് ടീംസ് എല്ലാം എന്താണ് വോയിസ് ആൻഡ് വീഡിയോ കോൾസിന് പ്രധാനപ്പെട്ട മാധ്യമം. നെക്സ്റ്റ് എന്താണ് സോഷ്യൽ മീഡിയ. അതിന് തന്നെ നമുക്ക് അറിയാം സോഷ്യൽ മീഡിയാസ് അല്ലെ, സോഷ്യൽ മീഡിയാസ് നമ്മൾ എല്ലാവരും തന്നെ ആരെങ്കിലും ഏതോ ഒരു പേഴ്സണും എന്തിലെങ്കിലും ഇതായിട്ടുണ്ടാവും, ലിങ്ക് ആയിട്ടുണ്ടാവും അല്ലെ. അതെന്താണ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം സച്ച് ആസ് ഫേസ്ബുക്ക്, ട്വിറ്റർ, ഇൻസ്റ്റാഗ്രാം ആൻഡ് ലിങ്ക്ഡ്ഇൻ ഹാവ് ചേഞ്ച്ഡ് ദ വേ പീപ്പിൾ കമ്മ്യൂണിക്കേറ്റ് ആൻഡ് ഷെയർ ഇൻഫോർമേഷൻ ഓൺലൈൻ അല്ലെ. വ്യക്തികളെല്ലാം അവരുടെ വിവരങ്ങളെല്ലാം ഓൺലൈൻ വഴി നമ്മൾ കൈമാറുന്ന ഓരോ വേകളാണ് എന്താ ഫേസ്ബുക്ക്, ട്വിറ്റർ, ഇൻസ്റ്റാഗ്രാം. മിക്കവാറും നമുക്കറിയാം എല്ലാവരും തന്നെ ഓരോന്നിലെങ്കിലും അക്കൗണ്ട് ഉള്ളവരായിരിക്കും. വളരെ നേരത്തെ ഉള്ള ലിങ്ക്ഡിൻ തുടങ്ങി എന്താണ് ഇപ്പോഴും നിലവിലൊക്കെ ഉള്ള ഫേസ്ബുക്കും ഇൻസ്റ്റാഗ്രാമിലൊക്കെ എല്ലാവരും തന്നെ മെമ്പേഴ്സ് അല്ലെ, അക്കൗണ്ട്സ് ഉള്ളവരായിരിക്കും. അതിലെന്താണ് പ്രധാനമായിട്ട് നടക്കുന്നത് അല്ലെ, അപ് ടു ഡേറ്റ് ആയിട്ടുള്ള ആശയങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്ന ഒരു മീഡിയാസ് ആണ് ഇത്തരത്തിലുള്ള സൗഹൃദങ്ങളെല്ലാം. ഇതിൽ എന്താ പറയുന്നത്, ദീസ് പ്ലാറ്റ്ഫോംസ് ഓഫർ എ വാസ്റ്റ് റീച്ച് ഓഫ് കമ്മ്യൂണിക്കേഷൻ ടൂൾസ് വിച്ച് ഇൻക്ലൂഡ്സ് സ്റ്റാറ്റസ് അപ്ഡേറ്റ്സ്, കമന്റ്സ് സച്ച് ആസ് ഡയറക്റ്റ് മെസ്സേജിങ് ആൻഡ് വീഡിയോ ഷെയറിംഗ്. അതായത് നമ്മൾ ഇതിൽ കൂടെ എന്താണ് മെസ്സേജുകളെല്ലാം അപ് ടു ഡേറ്റ് ആയിട്ട് തന്നെ അവരിലേക്ക് എത്തിക്കുന്നു. അതോടൊപ്പം തന്നെ വീഡിയോസും ഇൻ കേസ് നമുക്ക് എന്തെങ്കിലും ഓഡിയോ മാത്രമല്ല വീഡിയോ ഷെയർ ചെയ്യണമെന്ന് തോന്നിക്കഴിഞ്ഞാൽ അതാത് അല്ലെ, നമ്മള് ചിലപ്പോഴൊക്കെ പറയും മറ്റുള്ളവർ പറഞ്ഞറിയണമെന്നില്ല. ഇപ്പൊ ഇൻസ്റ്റാഗ്രാം കണ്ട് കഴിഞ്ഞാലാണ് എല്ലാവരും ഓരോ കാര്യങ്ങൾ അല്ലെ, എന്താണോ നാട്ടിൽ നടക്കുന്നത് അല്ലെങ്കിൽ എന്താണോ ഓരോ റിലേഷൻഷിപ്പ് ഉള്ള വ്യക്തികളുടെ കാര്യങ്ങൾ എങ്ങനെയാണെന്ന് നമ്മൾ ഇൻസ്റ്റാഗ്രാം നോക്കിയാണ് മനസ്സിലാക്കിയിരിക്കുന്നത്. ഇൻ കേസ് എല്ലാ തരത്തിലുള്ള കാര്യങ്ങളും അപ്ഡേറ്റ്സ് ആയിട്ട് തന്നെ കൊടുക്കുന്നത് കൊണ്ട് തന്നെ എല്ലാവരും അറിയിക്കാനായിട്ട് സാധിക്കുന്നു. These platforms offer a vast reach of communication tools which includes
status updates, comments, such as direct messaging and video sharing. ഇതിലൂടെ മെസ്സേജുകൾ അല്ലെ സന്ദേശങ്ങൾ അപ്ഡേറ്റ് ആയിട്ട് ഷെയർ ചെയ്യുന്നു. ഒപ്പം തന്നെ വീഡിയോസ് ഒക്കെ അപ്ഡേറ്റ് ആയിട്ട് ഷെയർ ചെയ്യുന്നു. സോഷ്യൽ മീഡിയാസ് മേക്സ് ഇൻഡിവിജ്വൽസ് ആൻഡ് ബിസിനസ് ഏബിൾ ടു കണക്ട്, കൊളാബറേറ്റ് ആൻഡ് എൻഗേജ് വിത്ത് ബ്രോഡർ ഓഡിയൻസ്. നമുക്കറിയാം ഇൻസ്റ്റാഗ്രാമിൽ അല്ലെ, അത് ആ വ്യക്തി ഒരു ട്വിറ്ററിൽ പോസ്റ്റ് ചെയ്തു, ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്തു എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഫോളോവേഴ്സിന് എല്ലാവർക്കും ന്യൂസ് കിട്ടിക്കഴിഞ്ഞു അല്ലെ. അത് എന്താണ് അവര് അപ്പാപ്പ വായിച്ചറിയാണ്. അപ്പൊ അതിന്റെ പ്രധാനപ്പെട്ട എന്താ കാര്യം, മറ്റുള്ളവരെ അറിയിക്കാൻ വേണ്ടിട്ട്, ഒരുപാട് ഓഡിയൻസിനെ അറിയിക്കാൻ വേണ്ടിട്ട് ട്വിറ്ററിൽ എന്തെങ്കിലും പോസ്റ്റ് ചെയ്താൽ മതി, അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ അവരെ ഫോളോ ചെയ്യുന്നവരൊക്കെ അപ്ഡേറ്റ് ആയിട്ട് തന്നെ കാര്യങ്ങളൊക്കെ ഗ്രഹിക്കും. കേസ് അത് ബിസിനസ് രീതിയിലാണെങ്കിലും നമുക്കറിയാം അവിടെയുള്ള പേഴ്സൺസ് അല്ലെ, പ്രധാനപ്പെട്ട വ്യക്തികളെല്ലാം ട്വിറ്ററിലോ ഇൻസ്റ്റാഗ്രാമിലൊക്കെ പോസ്റ്റ് ചെയ്യുമ്പോൾ അത് കൃത്യമായിട്ട് തന്നെ അവർക്ക് മനസ്സിലാക്കി എടുക്കാനായിട്ട് സാധിക്കും എന്നുള്ളതാണ്. ഫയൽ ഷെയറിംഗ് ആൻഡ് ക്ലൗഡ് സ്റ്റോറേജ്. ഇപ്പൊ നമ്മൾക്കറിയാം ഇതിന്റെ ഒരു പ്രത്യേകത, നമ്മളിപ്പോ മൊബൈലില് എപ്പോഴെപ്പോഴും അല്ലെ ചിലപ്പോഴൊക്കെ സ്റ്റോറേജ് കപ്പാസിറ്റി എപ്പോഴും കുറഞ്ഞു വരും അല്ലെ. അത് എന്താണ്, എന്തെങ്കിലും ഇതായിട്ട് വരും, നമുക്ക് എപ്പോഴും ഹാങ് ആയിട്ട് ഫോൺ പോകുന്നത് കാണാം. കാരണം ചിലപ്പോഴൊക്കെ സ്റ്റോറേജ് കപ്പാസിറ്റി കുറഞ്ഞു വരുമ്പോഴാണ്. അതല്ലെങ്കിൽ നമുക്കറിയാം ചിലപ്പോൾ നമ്മുടെ കയ്യിൽ ഫോണൊക്കെ നഷ്ടപ്പെട്ടതിന് ഒരുപക്ഷെ വിലപ്പെട്ട ബിസിനസ് കാര്യങ്ങളൊക്കെ ഹാൻഡിൽ ചെയ്യുന്ന വ്യക്തികളൊക്കെ ആണെങ്കിൽ അത് ഭയങ്കര ഒരു പ്രോബ്ലമാണ്. കാരണം കുറെ കാര്യങ്ങൾ അപ്ഡേറ്റ് ആയിട്ട് എന്താണ് ഫോണിൽ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. പക്ഷെ ഇന്റർനെറ്റിന്റെ ഒരു സൗകര്യപ്രദമായിട്ട് ഒരു ക്ലൗഡ് സ്റ്റോറേജ് ആപ്ലിക്കേഷൻ ഉപയോഗിച്ചാണ് നമ്മൾ ഡേറ്റാസ് ഒക്കെ സ്റ്റോർ ചെയ്യണമെങ്കിൽ എന്താ പ്രത്യേകത, നമ്മുടെ ഫോണുകളെല്ലാം നഷ്ടപ്പെട്ടാൽ പോലും എന്താണ് നമ്മൾ സേവ് ചെയ്തിരിക്കുന്നതൊന്നും നഷ്ടപ്പെടില്ല. നമ്മൾ സാധാരണ വേറൊരു ഫോൺ ഉപയോഗിച്ചിട്ട് നമ്മുടെ ഇത് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി നമ്മൾ അന്ന് സേവ് ചെയ്തിച്ച ഡീറ്റെയിൽസ് എല്ലാം വരും. കാരണം അത് എന്താണ്, അത് ഗ്ലോബലി ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന അല്ലെങ്കിൽ നെറ്റിന്റെ ഒരു പ്രധാനപ്പെട്ട സൗകര്യമാണ് ഇത്തരത്തിൽ സ്റ്റോർ ചെയ്യാനുള്ള കപ്പാസിറ്റി പ്രൊവൈഡ് ചെയ്യുക എന്നത്. അപ്പൊ ഫയൽ ഷെയറിംഗ് ആൻഡ് ക്ലൗഡ് സ്റ്റോറേജ് വരുന്നത് ഇന്റർനെറ്റ് ബേസ്ഡ് ഫയൽ ഷെയറിംഗ് പ്ലാറ്റ്ഫോംസ്, ഗൂഗിൾ ഡ്രൈവ്, ഡ്രോപ്ബോക്സ് ആൻഡ് വൺ ഡ്രൈവ്. അതായത് നമ്മളെല്ലാം എന്താണ് അതിന്റെ ആ ഫെസിലിറ്റി, ഗൂഗിളിന്റെ ഫെസിലിറ്റി ഉപയോഗിച്ചിട്ട് നമ്മൾ ആപ്ലിക്കേഷനുകൾ അല്ലെ, ആ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്തിട്ടാണ് ഡാറ്റാസ് ഒക്കെ സേവ് ചെയ്യണമെങ്കിൽ അത് ഗൂഗിളിൽ അവിടെ ഓൾറെഡി അവിടെയുണ്ട്. അതിന്റെ പ്രത്യേകത, ക്ലൗഡ് സ്റ്റോറേജിന്റെ പ്രത്യേകത എന്താണ്, ഒരുപാട് സ്റ്റോറേജ് ഫെസിലിറ്റി ഉണ്ടാണ്. സ്റ്റോറേജ് ഒരിക്കലും ലിമിറ്റഡ് അല്ല. അതായത് എത്രത്തോളം സ്റ്റോർ ചെയ്യാനായിട്ടുമുള്ള സൗകര്യം അത് പ്രൊവൈഡ് ചെയ്യുന്നു. അപ്പൊ എത്രത്തോളം ഡാറ്റാസും അവിടെ സ്റ്റോർ ചെയ്ത് കിടക്കും. ഇൻ കേസ് നമുക്ക് ആവശ്യമുള്ളപ്പോൾ മാത്രം അതിന്റെ ആ ഒരു ഇത് ID അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി വന്നിട്ട് നമുക്കത് യൂസ് ചെയ്യാനായിട്ട് സാധിക്കുകയും ചെയ്യും. അപ്പൊ അത്തരത്തിലുള്ള ആപ്ലിക്കേഷൻസ് പ്രൊവൈഡ് ചെയ്യുന്ന ഇന്റർനെറ്റ് സൗകര്യം കൂടി നമുക്കുണ്ട് എന്നുള്ളതാണ്. പ്രധാനമായിട്ടും ഗൂഗിൾ ഡ്രൈവില് ഇത്തരത്തിലുള്ള ഫയലുകൾ സ്റ്റോർ ചെയ്ത് വെക്കാം. അതേമാതിരി ഡ്രോപ്പ് ബോക്സ്, ഇപ്പൊ ഇൻ കേസ് നമ്മൾ ചിലപ്പോ നെറ്റ് യൂസ് ചെയ്യുന്ന കമ്പ്യൂട്ടർ യൂസ് ചെയ്യുന്നുണ്ടാവും, അതേമാതിരി തന്നെ നമ്മുടെ മൊബൈൽ ഉപയോഗിക്കുന്നുണ്ടാവും, അതേമാതിരി തന്നെ ലാപ്ടോപ്പ് ഉപയോഗിക്കുക, അങ്ങനെ വ്യത്യസ്ത ഡിവൈസുകൾ ഉപയോഗിക്കും അല്ലെ. എല്ലാത്തിന്റെയും ഉപയോഗം എന്താണ്, നമുക്ക് ചിലപ്പോൾ ഒരുപക്ഷെ ഒരു വ്യക്തി ഓഫീസിൽ യൂസ് ചെയ്യുന്നതായിരിക്കും, ചിലപ്പോൾ അവർ ഹോമിൽ ഇരുന്ന് വർക്ക് ചെയ്യുന്നവരായിരിക്കും, ചിലപ്പോൾ ആഴ്ചയിലല്ലേ എവിടെയെങ്കിലും യാത്ര ചെയ്യുമ്പോഴും വർക്ക് ചെയ്യുന്ന എന്തെങ്കിലും ഇതുകളൊക്കെ ഉണ്ടാവും. അപ്പൊ ഏത് ഡിവൈസിലേക്കും ഷെയർ ചെയ്യാനായിട്ടുള്ള സൗകര്യം ഡ്രോപ്പ് ബോക്സ് പോലെയുള്ള അതിലൂടെ നമുക്ക് ഇത്തരത്തിലുള്ള ഫയലുകൾ ഷെയർ ചെയ്യാൻ സാധിക്കും. അതേമാതിരി തന്നെ വൺ ഡ്രൈവ്, ഇപ്പൊ നമ്മൾ ഒരു ഡിപ്പാർട്ട്മെന്റിൽ ഇരുന്ന് എന്തെങ്കിലും ഫയലുകൾ എല്ലായിടത്തേക്കും ഷെയർ ചെയ്യേണ്ടതുണ്ടാവും. അപ്പൊ അതിന് വ്യത്യസ്ത തരത്തിലുള്ള പ്ലേസുകളിലേക്ക് എവിടെയും ഷെയർ ചെയ്യാൻ, ഇത്തരത്തിലുള്ള ഫയലുകളെല്ലാം ഷെയർ ചെയ്യാനുള്ള വൺ ഡ്രൈവ് ഫെസിലിറ്റി ഇത്തരത്തിലുള്ള നമ്മൾ നേരത്തെ പറഞ്ഞ മാതിരി ഏത് കമ്പനിക്കും അതിൻ്റെതായ യൂസേജ് ആയിട്ടുള്ള ടൂളുകൾ ഉണ്ടാവും. ആ ടൂളിലൂടെ ആയിരിക്കും അവരവരുടെ വർക്കുകൾ കൈകാര്യം ചെയ്തു പോകുന്നത്. അപ്പൊ ഏതാണോ അവർ ഫോളോ ചെയ്യുന്നത് അത് ഉപയോഗിച്ചിട്ട് തന്നെ അവരുടെ ഫയലുകളെല്ലാം അപ്ഡേറ്റ് ആയിട്ട് എല്ലാവർക്കും എത്തിക്കാനായിട്ട് സാധിക്കുമെന്നുള്ളതാണ്. പ്രധാനമായിട്ടും പറയുന്നത് ക്ലൗഡ് സ്റ്റോറേജ് താഴെ പറയുന്നുണ്ട്. makes the users able to share and collaborate on a document, images and other files. ഇതെല്ലാം വഴി നമുക്ക് ഫയലെല്ലാം ഷെയർ അല്ലെങ്കിൽ ഇമേജുകളുടെ ഡോക്യുമെന്റുകളെല്ലാം ഷെയർ ചെയ്യാൻ സാധിക്കും. ക്ലൗഡ് സ്റ്റോറേജ് സർവീസ് പ്രൊവൈഡ് എ കൺവീനിയന്റ് ആൻഡ് സെക്യൂർ വേ ടു സ്റ്റോർ ആൻഡ് ആക്സസ് ഫയൽസ് ഫ്രം എനിവെയർ ഫോർ ഫോസ്റ്ററിംഗ് സീമസ് കമ്മ്യൂണിക്കേഷൻ ആൻഡ് കൊളാബറേഷൻ. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞ മാതിരി ക്ലൗഡ് സ്റ്റോറേജ് ഫെസിലിറ്റിയുടെ പ്രത്യേകത നമ്മൾ നേരത്തെ പറഞ്ഞ മാതിരി അതിൽ സ്റ്റോറിങ്ങിന്
ഒരു ഇതുകൾ വരുന്നില്ല അല്ലെ, ഒരു ലിമിറ്റേഷൻസ് വരുന്നില്ല. എത്ര വേണമെങ്കിലും സ്റ്റോർ ചെയ്യാനുള്ള ഫെസിലിറ്റി നെറ്റ് സർവീസ് പ്രദാനം ചെയ്യുന്നുണ്ട്. അതോടൊപ്പം തന്നെ എന്താണ്, അത് ഫോണിൽ നിന്ന് അത് ഫോൺ നഷ്ടപ്പെട്ടു പോയാൽ പോലും നമുക്ക് അതിന്റെ അതനുസരിച്ചിട്ട് എന്താണോ ചെയ്ത് ആ ഒരു ഇത് ID അയച്ചു കൊടുക്കുന്നത് അനുസരിച്ചിട്ട് തന്നെ ഈ ഫയലുകളെല്ലാം തിരിച്ച് റീയൂസബിൾ ആക്കി എടുക്കാനായിട്ട് സാധിക്കുന്നത്. വെബിനാർസ് ആൻഡ് ഓൺലൈൻ പ്രസന്റേഷൻ നിങ്ങൾക്ക് അറിയാൻ പറ്റുമായിരിക്കും. വെബിനാർസും പ്രസന്റേഷൻസ് ഒക്കെ എല്ലാവരും തന്നെ മിക്കവാറും ഇതിലൊക്കെ എന്താണ് ഉൾപ്പെട്ടിട്ടുണ്ടാവും അല്ലെ, ഏതെങ്കിലും സാഹചര്യത്തിലെല്ലാം ഇങ്ങനെയെല്ലാം എത്തിയിട്ടുള്ളവരായിരിക്കും. എന്താണ് വെബിനാർ സംഘടിപ്പിക്കുക അല്ലെങ്കിൽ പ്രസന്റേഷൻ ഒക്കെ അവതരിപ്പിക്കേണ്ട ഒരു അവസ്ഥ എന്ന് പറയുന്നത് ഇന്റർനെറ്റ് കമ്മ്യൂണിക്കേഷൻ പെർമിറ്റ് ഫോർ ദ ഹോസ്റ്റിംഗ് ഓഫ് webinar and online presentations where speakers can give out content and interact with the participants in real time. അതായത് റിയൽ ടൈം അല്ലെ, യഥാർത്ഥ സമയത്ത് തന്നെ ചോദ്യങ്ങൾക്ക് അനുസരിച്ചിട്ട് തന്നെ അവർക്ക് കാര്യങ്ങൾ അവതരിപ്പിക്കാനുള്ള ഒരു സൗകര്യം കൂടി ഇതിൽ പ്രദാനം ചെയ്യുന്നുണ്ട്. നോക്കാം. അപ്പോ ഇന്റർനെറ്റ് കമ്മ്യൂണിക്കേഷൻ പെർമിറ്റ്സ് ഫോർ ദ ഹോസ്റ്റിംഗ് ഓഫ് വെബിനാർ ആൻഡ് ഓൺലൈൻ പ്രസന്റേഷൻസ്. നമുക്ക് ഓൺലൈനായിട്ട് എന്തെങ്കിലും അവതരിപ്പിക്കണം അല്ലെ, ചോദ്യകർത്താവ് ചോദിക്കുന്നതനുസരിച്ചിട്ട് ആ സമയത്ത് തന്നെ എന്തെങ്കിലും പ്രസന്റ് ചെയ്യണമെങ്കിൽ ചിലപ്പോ നമ്മൾ എന്താണോ അതിൽ പ്രസന്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് അതിനെ കുറിച്ചുള്ള ഒരു രൂപരേഖയൊക്കെ നമ്മുടെ കയ്യിലുണ്ടാവും. പക്ഷെ ആ ടൈമിൽ അല്ലെ അത് തന്നെ അവതരിപ്പിക്കാനായിട്ട് ഉള്ള അവസരം ആ ഒരു ഇന്റർനെറ്റ് ഫെസിലിറ്റിയും കൊണ്ട് സൗകര്യം വരുന്നുണ്ട്. പ്ലാറ്റ്ഫോംസ് സച്ച് ആസ് ഗോറ്റു വെബിനാർ ആൻഡ് വെബെക്സ് facilitate interactive online events which enable knowledge sharing, training sessions and product demonstrations. നമുക്കറിയാം ഒരു പ്രൊഡക്റ്റ് ഉത്പാദിപ്പിക്കുമ്പോഴും അത് എങ്ങനെയാണ് അത് കൈകാര്യം ചെയ്യണമെന്നുള്ളത് വേറെ വിവരിച്ച് കാണിച്ചു കൊടുക്കണം. കേസ് നമുക്കറിയാം നമ്മുടെ പ്രൊഡക്റ്റ് ഒക്കെ വിറ്റ് പോവാൻ അല്ലെങ്കിൽ നമ്മുടെ പ്രൊഡക്റ്റ് എല്ലാം മറ്റുള്ളവർക്ക് അത് എന്താ പറയുക ഇൻട്രസ്റ്റീവ് ആയിട്ടുള്ള സംഭവമായിട്ട് മാറണമെങ്കിലൊക്കെ അത് അവതരിപ്പിച്ചു കൊടുക്കണം അല്ലെ, നല്ല പ്രസന്റേഷനോടും കൂടിയിട്ടാണ് അവതരിപ്പിച്ചു കൊടുക്കേണ്ടത്. അപ്പൊ അത് എന്താ സ്പീക്കിലൂടെയും അത് കാണിച്ചു കൊടുക്കും. അവതരിപ്പിക്കാനായിട്ടുള്ള ഒരു ഫെസിലിറ്റി എന്താണ് നമ്മുടെ ഇന്റർനെറ്റ് സൗകര്യം അത് ഈ വെബിനാറിലൂടെയും ഓൺലൈൻ പ്രസന്റേഷനിലൂടെ സാധ്യമാകുന്നുണ്ട്. ദെൻ വീണ്ടും പറയുന്നുണ്ട് ട്രെയിനിങ് സെഷൻസ്. ട്രെയിനിങ് ഒക്കെ കൊടുക്കുമ്പോൾ നമുക്കറിയാം ഇതെങ്ങനെയാണ് കൈകാര്യം ചെയ്യുന്നതെന്നല്ല. ഓരോരുത്തരും വന്ന് ഇപ്പൊ പണ്ടത്തെ മാതിരി എന്താണ് അത് അങ്ങനെ പറഞ്ഞ് ക്യാച്ച് ചെയ്യുന്നതിനേക്കാൾ ഉപരി എന്താണ് നമുക്ക് ഇങ്ങനെ ട്രെയിനിങ് സെക്ഷനൊക്കെ സംഘടിപ്പിച്ചിട്ട് പ്രത്യേകം എടുത്ത് കാണിച്ച് അല്ലെ പ്രസന്റ് ചെയ്ത് അവതരിപ്പിച്ച് കാണിച്ച് നമ്മൾ പറഞ്ഞതാണ്. പവർ പോയിന്റ് ഉള്ളിലൊക്കെ പ്രസന്റേഷനൊക്കെ പ്രത്യേകം എടുത്ത് പറഞ്ഞതാണ്. ഓഡിയോയും എന്താണ് നമ്മുടെ ഓഡിയോ വിഷ്വലി ഒക്കെ ആയിട്ട് കാണിച്ച് അവതരിപ്പിക്കാനായിട്ടുള്ള ഒരു ഫെസിലിറ്റി പ്രദാനം ചെയ്യുന്നുണ്ട്. അത് ഇതിന്റെ ഒരു പ്രത്യേകത നമുക്ക് ഇത് എവിടെ ഇരുന്നിട്ട് ആണെങ്കിലും ഏത് പ്ലേസിലേക്കും നമുക്ക് പ്രസന്റ് ചെയ്യാനായിട്ട് സാധിക്കും അല്ലെ. നെറ്റിന്റെ സൗകര്യം ഉണ്ടെങ്കിൽ അത് അന്തർ കൺട്രിയിലേക്ക് വരെ അവതരിപ്പിക്കാനായിട്ട് സാധിക്കും എന്നുള്ളതാണ് ഇതിന്റെ പ്രത്യേകത. അപ്പൊ അത്തരത്തിലുള്ള കാര്യങ്ങൾ ഇൻ കേസ് നോളജ് ഷെയർ ചെയ്യാനാണെങ്കിലും ഇതല്ലേ അറിവുകൾ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാനൊക്കെ ആണെങ്കിലും ഇത്തരത്തിലുള്ള വെബിനാർ ഓൺലൈൻ പ്രസന്റേഷൻസ് ഒക്കെ ചെയ്യാവുന്നതാണ്. Then overall communicating through the internet offers a range of effective, convenient and dynamic method of a link with others, share information and collaborate across a distance. അതായത് അകലങ്ങളൊന്നും അല്ലെ അതൊരു പ്രോബ്ലമേ അല്ലാത്ത രീതിയിൽ തന്നെ നമ്മുടെ വിവരങ്ങളെല്ലാം ഷെയർ ചെയ്യാനായിട്ട് സാധിക്കും. അതേപോലെ തന്നെ ലിങ്ക് നമുക്ക് എല്ലാവർക്കും വിട്ടുകൊടുത്തിട്ട് അല്ലെ എല്ലാ മേഖലകളിലേക്കും നമുക്ക് നെറ്റ് സൗകര്യമുള്ള എല്ലാവർക്കും തന്നെ എന്താശയം തന്നെ കൈകാര്യം ചെയ്യാനായിട്ട് സാധിക്കും. അതിന്റെ അല്ലെ ആ ഒരു കാര്യക്ഷമമായിട്ട് അല്ലെങ്കിൽ സൗകര്യപ്രദമായ രീതിയിൽ സമയത്തിനെ ഒന്നും പ്രോബ്ലം ഇല്ലാതെ സമയം എന്ന് പറയുന്നത് വിലപ്പെട്ടതാണ് എല്ലാവർക്കും. ഏറ്റവും കൂടുതൽ ഇതിൽ നിന്നുള്ള നേട്ടം വരുന്നത് സമയം നമുക്ക് ഒരുപാട് നഷ്ടപ്പെടാതെ കാര്യങ്ങളെല്ലാം കൈകാര്യം ചെയ്തെടുക്കാൻ സാധിക്കും എന്നുള്ളതാണ്. അപ്പൊ അത് ആ ഒരു രീതിയിൽ തന്നെ അത് മനസ്സിലാക്കി എടുക്കുക. ഇത് ഷെയർ ചെയ്യാനായിട്ടുള്ള ഒരു സൗകര്യം നെറ്റിന്റെ ഫെസിലിറ്റി കൊണ്ട് സാധിക്കുന്നുണ്ട്. The internet has brought people closer together, promotion global connectivity and breaking down barriers of time and location. അപ്പൊ നമ്മുടെ പ്ലേസിൽ ഇപ്പൊ നമുക്കറിയാലേ ചെറിയൊരു ഗ്രാമപ്രദേശമാണെങ്കിൽ കൂടി അവർക്ക് എവിടെ നടക്കുന്ന കാര്യങ്ങളും നെറ്റിന്റെ സൗകര്യം ഉണ്ടെങ്കിൽ അവർക്ക് കൃത്യമായിട്ട് അറിയാനായിട്ട് സാധിക്കും. അപ്പൊ മറ്റുള്ളവരോട് അല്ലെ എല്ലാവരോടും ഒന്നിച്ച് നിന്ന് കൈകാര്യം ചെയ്യാൻ വേണ്ടിയിട്ട് ഇൻ കേസ് നമ്മളിപ്പോ ഒരു ആശയങ്ങള്
അത് നന്നായിട്ട് തന്നെ ലക്ഷ്യത്തിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് ഗ്ലോബലി എല്ലാവരെയും കണക്ട് ചെയ്തിട്ട് ഒരു സ്ഥാപനത്തിൽ അത് നേടിയെടുക്കണമെങ്കിൽ അത് അങ്ങനെ എല്ലാവരെയും ഉൾപ്പെടുത്തി തന്നെ, അതായത് ഗ്രാമത്തിൽപ്പെട്ടതാണെങ്കിലും ഏത് സ്റ്റേറ്റിലെ ഏത് പ്ലേസുകളിലാണെങ്കിലും എല്ലാവരും കൂടി കണക്ട് ചെയ്ത് അല്ലെ, ഡിഫറെന്റ് ലാംഗ്വേജുകളാണ് എങ്കിൽ കൂടി അവർക്കെല്ലാം അറിയാവുന്ന ഒരു മീഡിയ യൂസ് ചെയ്തിട്ട് ഒരു ലാംഗ്വേജ് യൂസ് ചെയ്തിട്ട് നമുക്ക് എല്ലാവരിലേക്കും എത്തിച്ച് ആ ഒരു ലക്ഷ്യം നേടിയെടുക്കാനൊക്കെ ആയിട്ടുള്ള സൗകര്യം എന്താണ് നമ്മുടെ ഈ ഇന്റർനെറ്റിന്റെ സൗകര്യം കൊണ്ട് സാധ്യമാക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഞാൻ ജസ്റ്റ് വായിച്ചു നോക്കിയിട്ട് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. അത് ഞാൻ എടുത്തു കഴിഞ്ഞ പോർഷനാണ്. ക്ലാസ് റൂമില് ശരിയാക്കി കിട്ടുമായിരിക്കും. എന്തായാലും നമുക്ക് ഇത് എടുത്തു കഴിഞ്ഞിട്ട് ടൈം ഉണ്ടെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. ഒരു ചെറിയ പോർഷൻ കൂടി നമുക്ക് എടുക്കാനുണ്ട്. എന്തായാലും ഇന്ന് എല്ലാം കൂടി എടുത്ത് തീർക്കുന്നില്ല, നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സോടുകൂടി തീർക്കാമെന്ന് വെക്കാം. ഒരു പോർഷൻ കൂടി ഞാൻ കവർ ചെയ്യാന്ന് വെക്കുന്നുണ്ട്. ഇതുവരെയും എടുത്തതിൽ എന്തെങ്കിലും ഡൗട്ടുകളുണ്ടോ? ചെയ്യുന്ന ഒരു ടൈം ആയതുകൊണ്ട് എല്ലാവർക്കും അത് അല്ലെ ക്യാച്ചബിൾ ആണ്. എന്തെങ്കിലും ഡൗട്ടുകളുണ്ടോ? ഫോർത്ത് പറയുന്നത് ഫയൽ ഷെയറിംഗ് ആൻഡ് ക്ലൗഡ് സ്റ്റോറേജ്. അതിന്റെ ഒരു ഞാൻ എല്ലാം ഓരോന്നോരോന്നായിട്ട് പറഞ്ഞു തരാം. അതായത് ഇതിന്റെ ഒരു ഫെസിലിറ്റി ആണ്, അത് നെറ്റിന്റെ ഒരു ഫെസിലിറ്റി ആണ്. അതിന്റെ ഓരോ കാര്യങ്ങൾ കൂടി ഒന്നുള്ളത്. അപ്പൊ അതിൽ പറയുന്ന ഫസ്റ്റ് വൺ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗൂഗിൾ ഡ്രൈവ്. ഗൂഗിൾ ഡ്രൈവില് പ്രധാനമായിട്ടും നമ്മൾ യൂസ് ചെയ്യുന്നത് ഫയലുകളും ഫോൾഡറുകളും ഓൺലൈനിൽ സംഭരിച്ചു വെക്കാനായിട്ട്. ഓൺലൈനിൽ നമ്മൾ ഒരു സ്റ്റോറേജ് ഫെസിലിറ്റി അതാണ് പ്രധാനമായിട്ടും ഗൂഗിൾ ഡ്രൈവ് പ്രദാനം ചെയ്യുന്നത്. സ്റ്റോറേജ് ഫെസിലിറ്റി പ്രദാനം ചെയ്യുന്നതാണ് ഗൂഗിൾ ഡ്രൈവ്. അതായത് നമ്മുടെ ഫയലുകളും ഫോൾഡറുകളും സംഭരിച്ചു വെക്കും. ഈ ഡ്രോബോക്സിൽ പ്രധാനമായിട്ടും പറയുന്നത് ഇതൊരു സ്റ്റോറേജ് ഫെസിലിറ്റി പ്രദാനം ചെയ്യുന്ന ഒന്ന് തന്നെയാണ്. പിന്നെ ഒരു പ്രത്യേകത, ഇത് ഈ ഫയലുകളും ഫോൾഡറുകളും ഏത് ഡിവൈസുകളിലേക്ക് ഏത് ഡിവൈസുകളിൽ ഇപ്പൊ നമ്മളിപ്പോ പലതും യൂസ് ചെയ്യുന്നവരാണ് അല്ലെ. അപ്പം ഏത് ഡിവൈസുകളിൽ നിന്നും ഫയലുകളും ഇതും സ്റ്റോർ ചെയ്ത് ഉപയോഗപ്രദമാക്കാനായിട്ട് സാധിക്കുമെന്നാണ്. ഈ ഡ്രോപ്പ് ബോക്സ് എന്ന് പറയുന്നത് നമുക്കറിയാം എല്ലാത്തിലും അല്ലെ, നമ്മൾ സാധാരണയായിട്ട് എല്ലാ ഡിവൈസുകളും യൂസ് ചെയ്യുമെന്ന് പറഞ്ഞ മാത്രം തന്നെ വൺ ഡ്രൈവ്, ഇനിയുള്ളത് വൺ ഡ്രൈവ് എന്ന് പറയുന്നത് എല്ലാ ഫയലുകളും നമ്മൾ കണക്ട് ചെയ്യണം. അപ്പൊ ഏതെങ്കിലും ഒരു ഇതുകൾ എന്തെങ്കിലും ഒരു മീറ്റിങ്ങുകളൊക്കെ വരുമ്പോൾ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യണമെങ്കിൽ എല്ലാത്തിനെയും കൂടി ഒരു ഡ്രൈവ് ഒറ്റ കീഴിലേക്ക് വരും അല്ലെ, എല്ലാവരും കൂടി ഒന്നിച്ച്. ഇപ്പൊ ചിലർ നെറ്റ് എന്താണോ ഫോൺ യൂസ് ചെയ്തിട്ടായിരിക്കും വരുന്നത്, ചിലരെന്താണോ കമ്പ്യൂട്ടർ ആയിരിക്കും, ചിലർ ടാബ് ആയിരിക്കും. അങ്ങനെ വ്യത്യസ്ത തരത്തിലുള്ള ഡിവൈസുകൾ യൂസ് ചെയ്യുന്നവര് എല്ലാവരെയും കൂടി ഒന്നിച്ചിട്ട് വേണം എന്ത് നമ്മുടെ കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യുന്നത്. അപ്പൊ ആ ഒരു സ്റ്റോറേജിലേക്ക് ഈ ഫയലുകളെയും ഫോൾഡറുകളിലേക്കും എത്തിക്കാൻ പറ്റുന്ന ഒരു സൗകര്യമാണ് നെറ്റ് എന്താണ് നമ്മൾ വൺ ഡ്രൈവ് എന്ന ഒരു സൗകര്യം കൊണ്ട് ഉറപ്പാക്കിയിട്ടുണ്ട്. അങ്ങനെ വ്യത്യസ്ത തരത്തിലുള്ള ഇതിപ്പോ നമ്മളുടെ ഒരു പ്രത്യേക രീതി എന്ന് പറഞ്ഞത് ഏതൊരു കമ്പനിക്കാരനും അവർക്ക് അവരുടേതായ രീതികൾ നമുക്ക് ഫോളോ ചെയ്യാനായിട്ടല്ലേ. നമ്മൾ എവിടെയെങ്കിലും ഒരു സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുമ്പോൾ അതുമായി ബന്ധപ്പെട്ട രീതിയിൽ അവര് ഫെസിലിറ്റീസ് നമ്മൾ ഇപ്പൊ നിങ്ങൾ സൂം മീറ്റിംഗിൽ കയറാം, അല്ലെങ്കിൽ നിങ്ങൾ ഇമെയിൽ വഴി നിങ്ങൾ കാര്യങ്ങൾ ചെയ്യുക.
അത് ഇത് ഏത് രീതിയാണെന്നുള്ളത് അവര് ഏത് കമ്പനി ആണെങ്കിലും അത് കൃത്യമായിട്ട് നമ്മളെ പറഞ്ഞ് മനസ്സിലാക്കി തരും. അതനുസരിച്ചിട്ട് ഫയലുകളാണെങ്കിൽ അത് ഇന്നതിലേക്ക് ചെയ്യുക അല്ലെ, സെൻഡ് ചെയ്യേണ്ടതുണ്ടാവും, അല്ലെങ്കിൽ അത് ഷെയർ ചെയ്യുന്നത് ഈ മീഡിയ ഉപയോഗിച്ചിട്ടാണ് അവർ പറഞ്ഞിട്ടുണ്ടാവും. അപ്പൊ ഇത്തരത്തിലെ ഫയൽ ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള മാർഗങ്ങളാണ് എന്ത് ഗൂഗിൾ ഡ്രൈവ് അല്ലെങ്കിൽ ഡ്രോപ്പ് ബോക്സ്, വൺ ഡ്രൈവ് എന്ന് പറയുന്നത്. അതിന്റെ പ്രത്യേകത സ്റ്റോർ ചെയ്യാനുള്ള സൗകര്യമാണ് പ്രദാനം ചെയ്യുന്നത്. ഞാൻ ഇത് വീണ്ടും പറയുന്ന ഒരു കാര്യം, ക്ലൗഡ് സ്റ്റോറേജ്. ക്ലൗഡ് സ്റ്റോറേജിന്റെ ഒരു പ്രത്യേകത എന്നുള്ളത് ഒരുപാട് സ്റ്റോർ ചെയ്ത് വെക്കാനായിട്ടുള്ള സൗകര്യം അത് പ്രദാനം ചെയ്യുന്നുണ്ട്. അപ്പൊ നമ്മുടെ ഫോണിലൊക്കെ ആണെങ്കിൽ ഒരു ലിമിറ്റേഷൻ ഉണ്ട് അല്ലെ, ഇത്രയും സ്റ്റോർ ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ടാവും. പക്ഷെ അങ്ങനെ ഒരു പ്രോബ്ലം എന്തിനില്ല ഈ ക്ലൗഡ് സ്റ്റോറേജ് എന്ന ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് സ്റ്റോർ ചെയ്യും. അതിന്റെ പ്രത്യേകത നമ്മുടെ ഫോണിലല്ല അത് സ്റ്റോർ ചെയ്ത് വെക്കുന്നത്, അത് ഫയൽ അല്ലെ ഓൺലൈനായിട്ട് തന്നെ നെറ്റിൽ തന്നെ സ്റ്റോർ ചെയ്ത് വെക്കുക. ഇൻ കേസ് നമ്മുടെ ഫോൺ തന്നെ നഷ്ടപ്പെട്ടാൽ പോലും നമുക്ക് നമ്മുടെ ആ ഒരു എന്താണ് ഉപയോഗിച്ചിട്ട് നമ്മളത് സേവ് ചെയ്ത് വെച്ചത് ആ രീതിയിൽ തന്നെ ഓപ്പൺ ചെയ്ത് വരുമ്പോൾ ഏതെങ്കിലും ഫോൺ അല്ലെ വേറെ രീതിയിൽ ഫോൺ വരുമ്പോൾ നമ്മൾ അതിലേക്ക് ആ ഒരു രീതി ഉപയോഗിച്ച് കണക്ട് ചെയ്ത് വന്നു കഴിഞ്ഞാൽ അത് ഓപ്പൺ ചെയ്ത് കിട്ടും എന്നുള്ളതാണ്. അപ്പൊ അത് ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്തിട്ട് സേവ് ചെയ്താൽ മാത്രമേ അത് അങ്ങനെ കൈകാര്യം ചെയ്യുള്ളൂ. അപ്പൊ പക്ഷെ ഒരു പ്രത്യേകത ഉള്ളത് അതില് നമ്മൾ സേവ് ചെയ്തിരിക്കുന്ന ഡാറ്റകൾ ഒരിക്കലും നഷ്ടപ്പെടില്ല എന്നുള്ളതാണ് ക്ലൗഡ് സ്റ്റോറേജ് സർവീസ് കൊണ്ട് അർത്ഥമാക്കുന്നത്. ഓക്കെ, 4th പോയിന്റ് ബേസിക്കലി എന്തെങ്കിലും കിട്ടിയോ? ഷെയറിംഗ് ആൻഡ് ക്ലൗഡ് സ്റ്റോറേജ് ഒക്കെ ആയോ? അപ്പൊ മറ്റേത് ഷെയർ ചെയ്യുന്ന അവരുടെ കാര്യങ്ങളാണ് പറഞ്ഞത്, ഗൂഗിൾ ഡ്രൈവ്, ഡ്രോപ്പ് ബോക്സ്, വൺ ഡ്രൈവ്. ഓക്കെ, ഇനി നെക്സ്റ്റ് ഉള്ളത് വെബിനാർസ് ആൻഡ് ഓൺലൈൻ പ്രസന്റേഷൻ. വെബിനാറും പ്രസന്റേഷൻ ഒക്കെ ഓൾറെഡി എല്ലാവരും അല്ലെ നമ്മൾ യൂസ് ചെയ്യുന്നതാണ്. എന്തെങ്കിലും കാര്യങ്ങളൊക്കെ വരുമ്പോൾ വെബിനാർ സംഘടിപ്പിച്ചിട്ടൊക്കെ ആയിരിക്കും എന്തെങ്കിലും അവതരിപ്പിച്ച് കാണിക്കുന്നത്. അങ്ങനെ അവതരിപ്പിക്കുമ്പോൾ എന്താ പ്രത്യേകത? അത് എല്ലാം കൂടി അല്ലെ ഓഡിയോയും വീഡിയോയും ഒക്കെ ഇൻക്ലൂഡ് ചെയ്ത് മറ്റുള്ളവരെ ധരിപ്പിക്കാനായിട്ട് ഇപ്പൊ ടീച്ചേഴ്സുകള് സ്റ്റുഡൻസിൽ നിന്നും കുറച്ച് കാര്യങ്ങൾ പ്രസന്റ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുമ്പോൾ അത് അവിടെ എടുത്ത് പറയുന്നുണ്ട്. എന്താണ്, നമുക്ക് ട്രെയിനിങ് സെഷൻ തരുമ്പോൾ അല്ലെങ്കിൽ നോളജ് ഷെയർ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ പ്രോഡക്റ്റ് ഡെമോൺസ്ട്രേഷൻ ഒക്കെ വരുമ്പോഴാണ് പൊതുവെ വെബിനാറും ഓൺലൈൻ പ്രസന്റേഷനൊക്കെ വരുന്നത്. അപ്പൊ അവിടേക്ക് എന്താണ് പ്രധാനമായിട്ടും നമ്മൾ മറ്റുള്ളവരെ അവതരിപ്പിച്ച് കാണിക്കുന്നു അല്ലെ. ഒരു ടീച്ചേഴ്സ് ആണ് സ്റ്റുഡൻസിന്റെ കാര്യം വിലയിരുത്തുന്നതെങ്കിൽ ടീച്ചേഴ്സിന്റെ മുമ്പിൽ പ്രസന്റ് ചെയ്യണം. നമ്മളൊരു കുറച്ച് ഇതേമാതിരി ഞാനിപ്പോ പ്രസന്റ് ആക്ച്വലി ഞാനും ഇത് പ്രസന്റ് ചെയ്യാണ് നിങ്ങളുടെ മുമ്പിൽ അല്ലെ. ആ ഒരു ഡോക്യുമെന്റ് പ്രസന്റ് ചെയ്യുന്നു, അതോടൊപ്പം PDF പ്രസന്റ് ചെയ്യുന്നു, അതോടൊപ്പം തന്നെ ക്ലാസ് എടുത്ത് കാണിച്ചു തരുന്നു അല്ലെ. അപ്പൊ അത് വ്യക്തമായിട്ട് നമ്മൾ എന്താണ് ആശയവിനിമയം നടത്തുകയാണ്. ഇൻ കേസ് ഇതിലൂടെ നമ്മൾ കുറച്ച് പിക്ചേഴ്സോ അല്ലെങ്കിൽ നമ്മൾ ചില ഓഡിയോ ക്ലിപ്സോ അല്ലെങ്കിൽ നമ്മൾ ബേസിക്കലി എന്തെങ്കിലും വിഷ്വൽ എന്തെങ്കിലും കാണിച്ചു കൊടുക്കണമെങ്കിൽ അതും ഓൾറെഡി ഇങ്ങനെ പ്രസന്റ് ചെയ്യാനായിട്ട് സാധിക്കുമെന്നുള്ളത്. അപ്പൊ വെബിനാർ ഓൺലൈൻ പ്രസന്റേഷൻ എന്ന് പറയുന്നത് ഇന്റർനെറ്റ് കമ്മ്യൂണിക്കേഷൻ പെർമിറ്റ് ഫോർ ദ ഹോസ്റ്റിംഗ് ഓഫ് എ വെബിനാർ ആൻഡ് ഓൺലൈൻ പ്രസന്റേഷൻ വെയർ സ്പീക്കേഴ്സ് ക്യാൻ ഗിവ് ഔട്ട് കണ്ടന്റ് ആൻഡ് ഇന്ററാക്ട് വിത്ത് പാർട്ടിസിപ്പൻസ് ഇൻ റിയൽ ടൈം. അപ്പൊ നിങ്ങളെ കൊണ്ട് കുറെ കാര്യങ്ങൾ പറയിപ്പിച്ച് അല്ലെ, നിങ്ങളിപ്പോ ആക്ച്വലി നിങ്ങൾ ഒരുപാട് സംസാരിക്കുന്നില്ല അല്ലെ, ലാസ്റ്റ് ടൈമിൽ നമ്മൾ ഓപ്പൺ ആക്കുന്നുണ്ട്. അപ്പൊ നിങ്ങൾ സാധാരണ മ്യൂട്ട് ചെയ്യുമ്പോൾ അത് അൺമ്യൂട്ട് ആയി കഴിയുമ്പോൾ നിങ്ങൾ സാധാരണ വോയിസ് അതുമാതിരി തന്നെയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അവര് എന്തെങ്കിലും പറയാനുള്ളത് പറയും, അതോടൊപ്പം തന്നെ പ്രസന്റ് ചെയ്യാനുള്ളതും അവർ പ്രസന്റ് ചെയ്ത് കാണിക്കും. അപ്പൊ ആ പ്രസന്റേഷൻ അതനുസരിച്ചിട്ടാണ് അതിൽ കാണിച്ചു തരുന്നത് ഏതൊക്കെ രീതിയിലാണ്. നമ്മളിപ്പോ ടീച്ചേഴ്സ് ഒക്കെ പറയുമ്പോൾ ടീച്ചേഴ്സിനെ അവതരിപ്പിച്ച് കാണിക്കും, ഇന്ന കാര്യങ്ങളൊക്കെ വെച്ചിട്ട് അത് അവതരിപ്പിച്ച് കാണിക്കും. അപ്പൊ റിയൽ ടൈം എന്ന് വെച്ചാൽ യഥാർത്ഥത്തിൽ ആ സമയത്ത് തന്നെയാണ് അത് പ്രസന്റ് ചെയ്യുന്നത്. വീണ്ടും അത് തന്നെ പറയുന്ന ഓൺലൈൻ ഇവന്റ്സ് വിച്ച് എനേബിൾസ് നോളജ് ഷെയറിംഗ്, ട്രെയിനിങ് സെഷൻസ് ആൻഡ് പ്രൊഡക്റ്റ് ഡെമോൺസ്ട്രേഷൻ. ഒരു പ്രൊഡക്റ്റിനെ അവതരിപ്പിക്കാൻ വേണ്ടിയിട്ടാണെങ്കിലും നമുക്കറിയാലോ, ഒരു വിലയുള്ള സാധനമാണെങ്കിൽ ഇതാണ് പുതിയൊരു പ്രൊഡക്റ്റ് ആണ്, ഇതിന്റെ ഉപയോഗം ഇങ്ങനെയാണ്, ഇതിന്റെ പ്രൈസ് ഇങ്ങനെയാണ്, ഇത് ഇത്രത്തോളം സ്റ്റീലിന്റെ ബോഡിയാണ്, അല്ലെങ്കിൽ ഇത് ഇങ്ങനെ സംഭവങ്ങൾ കൊണ്ടൊക്കെയാണ് ഇത് ഉണ്ടാക്കിയിരിക്കുന്നത്. അങ്ങനെ നമുക്ക് വിവരിച്ച് വിവരാത്മകമായിട്ട് അവതരിപ്പിച്ച് കാണിക്കാനായിട്ട് സാധിക്കുമെന്നുള്ളതാണ്. ഓക്കെ, ക്ലിയർ ആയോ? നെക്സ്റ്റ് നമുക്ക് നോക്കാം എന്താണ് വെബ് ബ്രൗസേഴ്സ്.
വെബ് ബ്രൗസേഴ്സിന് ഒരു പ്രത്യേകത നമുക്കറിയാലോ, www എന്ന് പറഞ്ഞുകൊണ്ടുള്ള സൈറ്റുകളിൽ നമ്മൾ കയറി എപ്പോഴും നമ്മുടെ കാര്യങ്ങൾ സെർച്ച് ചെയ്യാറുണ്ട് അല്ലെ. ആക്ച്വലി അത് എന്താണ് പ്രത്യേകിച്ചുള്ള പ്രത്യേകത എന്താ പ്രധാനമായിട്ട് അത് ഗ്ലോബലി യൂസ് ചെയ്യുന്ന ഒരു ഇതാണ് അല്ലെ. അത് എവിടേക്കും അല്ലെ, നമ്മളിപ്പോ കേരള PSC ആണെങ്കിലും ഇതിനെ കുറിച്ചിട്ട് www എന്ന് പറഞ്ഞുകൊണ്ട് കയറുമ്പോഴെന്താണത് ഇവിടെ യൂസ് ചെയ്യുന്ന ആ ഐഡി ഇത് തന്നെയായിരിക്കും എവിടെ നിന്ന് യൂസ് ചെയ്താലും നമുക്ക് കിട്ടില്ല. ഇതിപ്പോ നമ്മള് കേരളത്തിൽ നിന്നാണെങ്കിലും അല്ലെങ്കിൽ പുറത്ത് ഏതെങ്കിലും കൺട്രിയിൽ നിന്നാണെങ്കിലും അതേ വെബ് ബ്രൗസർ വെച്ചിട്ടാണ് യൂസ് ചെയ്യണമെങ്കിൽ അതിൻ്റെതായ ഡീറ്റെയിൽസുകൾ അതിന്റെ ആ സൈറ്റിൽ നിന്ന് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കി തരും. അതാണ് വെബ് ബ്രൗസർ എന്ന് പെട്ടെന്ന് നിങ്ങൾക്ക് ക്യാച്ച് ചെയ്യാൻ വേണ്ടി പറഞ്ഞത്. ഇനി അതുമായി ബന്ധപ്പെട്ട കുറച്ച് പോയിന്റ്സ് നോക്കാം. വെബ് ബ്രൗസേഴ്സ് ആർ സോഫ്റ്റ്വെയർ ആപ്ലിക്കേഷൻസ് that makes the users able to evaluate and navigate the world wide web. ഓക്കെ, അപ്പൊ എവിടെ നിന്നാണെങ്കിലും നമുക്ക് നാവിഗേറ്റ് ചെയ്യുന്ന വെച്ചാൽ നമുക്ക് ആ ലക്ഷ്യത്തിലേക്ക് എത്താനായിട്ട് സാധിക്കും. എവിടെ നിന്നാണെങ്കിലും ആ വെബ്സൈറ്റ് വഴി നമ്മൾ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ നമുക്ക് വിവരിച്ച് മനസ്സിലാക്കി എടുക്കാനായിട്ട് സാധിക്കും. അതൊരു സോഫ്റ്റ്വെയർ ആപ്ലിക്കേഷൻ ആണ്. They provide a graphical user interface for individuals to interact with the websites, search for information and consume online content. അതായത് നമ്മൾ ഓൺലൈൻ ആയിട്ടാണ് നമ്മൾ ഇതൊക്കെ യൂസ് ചെയ്യുന്നത് അല്ലെ. അപ്പൊ നമ്മൾ എന്താണ് സാധാരണയായിട്ട് ഗ്രാഫിക്കൽ നമുക്കറിയാം കൃത്യമായിട്ടുള്ള ആ ഒരു മെത്തേഡ്, അത് ചിലപ്പോൾ ഒരു പോയിന്റ് ഒരു സ്ലാഷോ എന്തിനെങ്കിലും വേരിയേഷൻ വന്നാൽ നമുക്ക് ആ സൈറ്റിൽ കയറാൻ പറ്റില്ല. അപ്പൊ കൃത്യമായിട്ടത് വരച്ച് തന്നെ അല്ലെ, അത് കൃത്യമായിട്ട് തന്നെ നോട്ട് ചെയ്തിട്ട് തന്നെ അതിലേക്ക് നമുക്ക് വെബ്സൈറ്റിലേക്ക് കയറാനായിട്ട് സാധിക്കുകയുള്ളൂ, ഇൻഫോർമേഷൻസ് കളക്ട് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. എക്സാമ്പിൾ ആണ് ഗൂഗിൾ ക്രോം, മൊസില്ല ഫയർഫോക്സ്, ഇതെല്ലാം ഇതിന്റെ വെബ്സൈറ്റിലേക്ക് കയറാനായിട്ടുള്ള എക്സാമ്പിളുകളാണ്. Then here are some important points about web browsers. തരത്തിലുള്ള വെബ് ബ്രൗസേഴ്സിന്റെ കുറച്ച് എക്സാമ്പിൾസ് താഴെ പറയുന്നുണ്ട്. ഇമ്പോർട്ടൻസ് താഴെ പറയുന്നുണ്ട്. എന്താണ് ഫസ്റ്റ് പറയുന്നത്? യൂസർ ഇന്റർഫേസ്. എല്ലാത്തിലും പറയുന്നത് മാതിരി ഇതിനകത്ത് പറയുന്നുണ്ട്, നമുക്ക് ഫ്രണ്ട്ലി ആയിട്ട് ഉപയോഗിക്കാൻ സാധിക്കും എന്നുള്ളത്. വെബ് ബ്രൗസേഴ്സ് എക്സ്റ്റെൻഡ് യൂസർ ഫ്രണ്ട്ലി ഇന്റർഫേസ് വിത്ത് ആസ്പെക്ട് ലൈക്ക് അഡ്രസ് ബാർസ്, ബുക്ക് മാർക്സ് ആൻഡ് നാവിഗേഷൻ ബട്ടൺസ്. അതായത് നമുക്ക് ഇത് അല്ലെ, നമ്മൾ അഡ്രസ് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈസിലി, അതായത് പല പ്രാവശ്യം നമ്മൾ ഒരു വെബ്സൈറ്റിലേക്ക് കയറി കഴിഞ്ഞാൽ നമ്മളത് പെട്ടെന്ന് തന്നെ ക്യാച്ച് ചെയ്യും അല്ലെ. അത് പിന്നെ ഓട്ടോമാറ്റിക്കലി നമ്മൾ ഒന്നും നോക്കാതെ തന്നെ നമുക്ക് ആ വെബ്സൈറ്റിലേക്ക് നമുക്ക് സെർച്ച് ചെയ്യുമ്പോൾ തന്നെ കുറച്ച് കാണുമ്പോൾ തന്നെ നമുക്ക് സെലക്ട് ചെയ്തിട്ട് അതിലേക്ക് കയറാനായിട്ട് സാധിക്കും. പിന്നെ ബുക്ക് മാർക്സ് കൊടുത്ത് അല്ലെ, നമ്മൾ ഇച്ചിരി കൂടി ഇഷ്ടപ്പെട്ട ഇതുകളാണ് എപ്പോഴെപ്പോഴും കയറുന്നതാണെങ്കിൽ വല്ല ബുക്ക് മാർക്കൊക്കെ കൊടുത്ത് നമ്മൾ ഇതിലേക്ക് സേവ് ചെയ്തിട്ടേക്കാം. അപ്പൊ ഓൾറെഡി അത് വന്ന് കിടക്കും. എപ്പോഴും ആവശ്യത്തിനനുസരിച്ചിട്ട് നമുക്ക് അതിൽ കയറി നമ്മുടെ കാര്യങ്ങളൊക്കെ നിരീക്ഷിച്ച് അല്ലെ സെർച്ച് ചെയ്യാനായിട്ട് സാധിക്കുന്നുള്ളത്. Then they permit the users to get into website address, URLs or search queries and exhibits the requested web pages in a visual appeal. അപ്പൊ അതില് പറയുന്ന ഒരു കാര്യം എന്താണ്, പ്രധാനമായിട്ടും നമ്മൾ ഇത് യൂണിഫോം ആയിട്ട്, അതായത് ഇതൊരിക്കലും വെബ്സൈറ്റ് അഡ്രസ് ശ്രദ്ധിച്ചാൽ കാണും ഒരിക്കലും വേരിയേഷൻ ഒന്നുമില്ല അല്ലെ. എവിടെ നിന്നും നമുക്ക് എടുത്ത് നോക്കുമ്പോൾ നമുക്ക് അതേ ഇത് തന്നെയായിരിക്കും വരുന്നത്. അപ്പൊ പ്രധാനമായിട്ട് ഇത് യൂണിറ്റി ആണ്. അതാണ് ആ URLsന്റെ ഫുൾ ഫോം ഉണ്ട്, എഴുതി വെക്കാം. യൂണിഫോം റിസോഴ്സ് ലൊക്കേറ്റർ. ഓക്കെ, ബുക്ക് മാർക്ക് എന്നൊക്കെ പറയുമ്പോൾ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾക്ക് എപ്പോഴെപ്പോഴും ഇടയ്ക്കിടയ്ക്ക് കയറണമെങ്കിൽ നമ്മൾ അതിൽ എന്തെങ്കിലും മാർക്ക് ഔട്ട് ചെയ്യും. അത് നമ്മൾ തന്നെയല്ലേ ചില ഇതുകളൊക്കെ വരുമ്പോൾ നമ്മൾ ഹേർട്ടിന്റെ ചിഹ്നമൊക്കെ ഇട്ട് നമ്മളിത് സേവ് ചെയ്ത് വെക്കും, ചില പിക്ചേഴ്സ് ഒന്നും നഷ്ടപ്പെടാതിരിക്കാൻ. അതൊക്കെ നമ്മൾ എന്ത് ചെയ്യും, കുറച്ച് കഴിയുമ്പോൾ അതൊക്കെ സെലക്ട് ചെയ്യും. എന്ന് പറഞ്ഞാൽ അത് തന്നെ വെബ് ബ്രൗസേഴ്സിൽ നമുക്ക് ഇറക്കി കയറണമെന്ന് തോന്നുന്നതൊക്കെ ബുക്ക് മാർക്ക് ഒക്കെ ചെയ്തിട്ട് നമ്മളത് സേവ് ചെയ്യാനായിട്ട് ശ്രമിക്കും. അങ്ങനെ വരുമ്പോൾ അത് വീണ്ടും നമുക്ക് സെർച്ച് ചെയ്തെടുക്കാനായിട്ട് എളുപ്പമായിരിക്കും. അതാണ് അതിനു വേണ്ടിയിട്ടാണ് അതൊക്കെ യൂസ് ചെയ്യുന്നത്. പിന്നെ ഞാനിപ്പോ പറഞ്ഞത് URLs അല്ലെ, യൂണിഫോം റിസോഴ്സ് ലൊക്കേറ്റർ. അപ്പൊ നമുക്ക് ഇൻ കേസ് വെബ് അഡ്രസ്സിൽ നമ്മളിപ്പോ യൂണിഫോം റിസോഴ്സ് ലൊക്കേറ്റർ എവിടെയാണ് അതിന്റെ കറക്റ്റ് ആയിട്ടുള്ള ലൊക്കേഷൻ എന്നൊക്കെ കണ്ടുപിടിക്കാനായിട്ട് അല്ലെ, അത് കൃത്യമായിട്ട് തന്നെ നമുക്ക് മനസ്സിലാക്കി എടുക്കാനായിട്ട് സാധിക്കുമല്ലോ. അഡ്രസ് ബാറും ഇത് തന്നെയാണ്, ഇത്തരത്തിലുള്ള അഡ്രസ്സിങ് കാര്യങ്ങൾ. നമ്മൾ ചില അഡ്രസ്സ് നമ്മൾ കീപ്പ് ചെയ്ത് വെക്കണം എന്ന് പറയില്ലേ, ചില വെബ്സൈറ്റ് പോലെ തന്നെ എന്തിന്റെങ്കിലും അഡ്രസ്സും
നമ്മള് ബാർകോഡ് കൊടുത്തിട്ട് ഇത് യൂസ് ചെയ്യും. അപ്പൊ അതെന്താണ്, അത് നമ്മൾക്ക് സൂട്ടബിൾ, പിന്നെ നമുക്ക് ആവശ്യത്തിന് അനുയോജ്യമായ രീതിയിൽ ഉപയോഗിക്കാൻ സാധിക്കും എന്നുള്ളതാണ്. അതാണ് വെബ് അഡ്രസ് പറയുന്നത്. ഓക്കെ, നമ്മൾ എല്ലാത്തിനും ഒരു വെബ്സൈറ്റ് അഡ്രസ് ഉണ്ടാവും എന്തിനാണെങ്കിലും അല്ലെ. www.kerala.psc എന്നൊക്കെ പറഞ്ഞ് നമ്മൾ അടിക്കാതെ എന്താ, നമ്മൾ PSC സൈറ്റിലേക്ക് കയറാനായിട്ട്. ഇപ്പൊ ഏത് സൈറ്റ് ആണെങ്കിലും അത് അതിൻ്റെതായ രീതിയിൽ നമുക്ക് ഒരു ഇത് ഉണ്ടാകും. പിന്നെ നമുക്കറിയാം ഒരുപാട് സൈറ്റുകൾ ഉണ്ടല്ലേ, എപ്പോഴും വരുന്ന നമ്മൾ എടുക്കുന്ന കാര്യങ്ങൾ നമുക്ക് വീണ്ടും കാണണമെങ്കിൽ അതിനെന്തെങ്കിലും മാർക്ക് സ്പെസിഫൈ ചെയ്ത് കാണിക്കേണ്ടതുണ്ട്. അതിനാണ് ഇത്തരത്തിലുള്ള യൂസേജ് ഉപയോഗിക്കുന്നത്. അപ്പം നമ്മൾ പറഞ്ഞു നിർത്തിയത് they permit users to get into website address, URLs or search queries and exhibit the requested web pages in a visually appealing format. അപ്പൊ നമ്മളിപ്പോ എന്തെങ്കിലും സെർച്ച് ചെയ്യാണ്, അപ്പൊ സെർച്ച് ചെയ്തിട്ട് നമുക്ക് കാണണം അല്ലെ, ചില കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് കാണണമെന്ന് തോന്നിക്കഴിഞ്ഞാൽ വിഷ്വലി നമുക്ക് കാണിച്ചു തരുന്നത് അല്ലെ. അത് ഓരോ സൈറ്റിൽ ഓരോ സെക്ഷൻ, ഇപ്പൊ വെബ്സൈറ്റിൽ കയറിയിട്ട് ചില കാര്യങ്ങൾ അടിച്ചു കൊടുക്കുന്ന രീതിയിലേക്കാണ് നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത്. ഇപ്പൊ എന്തെങ്കിലും പ്രവർത്തനങ്ങൾ കാണണമെന്ന് ഏതാണോ നമ്മൾ ഉദ്ദേശിക്കുന്നത് ആ ഉദ്ദേശിക്കുന്ന രീതിയിൽ നമ്മൾ ആശയങ്ങൾ എത്താൻ വേണ്ടിയിട്ട്, ഇപ്പൊ കേസ് ഹോസ്പിറ്റലിലെ കാര്യങ്ങൾ ഡീറ്റെയിൽസും കാര്യങ്ങളും കാണണമെങ്കിൽ എനിക്ക് ഒരു ഡോക്ടറിനെ വരെ നമുക്ക് അവരുടെ ഹിസ്റ്ററി വരെ അറിയണമെങ്കിലും വെബ്സൈറ്റ് വഴി നമുക്ക് കാണാനായിട്ട് സാധിക്കും അല്ലെ. അത് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അവരുടെ എല്ലാ കാര്യങ്ങളും അവരുടേതായ എക്സ്പീരിയൻസും കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് അത് എന്താണെങ്കിലും ഇപ്പൊ നമ്മുടെ എന്തെങ്കിലും പ്രവർത്തനങ്ങളെ കുറിച്ചിട്ട് അറിയണമെങ്കിലും നമ്മൾ അഡ്രസ് അടിച്ചു കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ അത് വിവരിച്ചു തരേണ്ടത് വിഷ്വലി കാണിച്ചു തരണമെങ്കിൽ അത് കാണിച്ചു തന്നെ അത് വിവരിച്ചു തരും എന്നുള്ളതാണ്. ഇനി അതേമാതിരി തന്നെ റെൻഡറിംഗ് വെബ് പേജസ്, അത് തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. പ്രോസസ് യൂട്ടിലൈസ് റെൻഡറിംഗ് എൻജിൻ ടു എക്സ്പ്ലെയിൻ ആൻഡ് ഡിസ്പ്ലേ വെബ് കണ്ടന്റ്. അതായത് എന്താണ് വിവരിച്ച് കാണിക്കുക എന്നാണ്, ചിത്രീകരിക്കുക എന്നുള്ളതാണ് റെൻഡറിംഗ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ബ്രൗസേഴ്സിന്റെ ഉപയോഗം അത് എന്താണ്, നമുക്ക് ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് അല്ലെ. ഫസ്റ്റ്ലി നമ്മൾ ഒരു വലിയ ഒരു കാര്യത്തിനെ കുറിച്ചിട്ടൊക്കെ ആയിരിക്കും ചിലപ്പോൾ ആ സൈറ്റിലേക്ക് കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ ചില ചെറിയ ടൈമിലേക്ക് അല്ലെ ഒരു വലിയൊരു ഡിപ്പാർട്ട്മെന്റ് ബേസ് ചെയ്തിട്ടാണെങ്കിൽ നമുക്ക് അത് കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ അല്ലെ ഒരു നമ്മളിപ്പോഴും ജോലി സാധ്യതയ്ക്ക് വേണ്ടി സെർച്ച് ചെയ്യുന്നവരായതുകൊണ്ട് കേരള PSC എന്ന് പറഞ്ഞ് അടിച്ചു കഴിഞ്ഞാൽ തന്നെ നമുക്കറിയാം ഒരുപാട് കാര്യങ്ങളാണ്. ഒരുപക്ഷെ നമുക്ക് ഇപ്പോഴത്തെ നോട്ടിഫിക്കേഷനെ കുറിച്ചോ റാങ്ക് ലിസ്റ്റിനെ കുറിച്ചിട്ടോ അങ്ങനെ എന്താണ് പ്രവർത്തനം അല്ലെങ്കിൽ വരാനിരിക്കുന്ന എന്തെങ്കിലും കാര്യത്തിനെ കുറിച്ചിട്ടോ അല്ലെങ്കിൽ ക്വസ്റ്റ്യൻസ് അല്ലെ എന്ത് കാര്യമാണ് അല്ലെ റിസൾട്ടിനെ സംബന്ധിച്ച് എന്താണെങ്കിലും നമുക്ക് അതാത് പ്ലേസിലേക്ക് പോയി കഴിഞ്ഞാൽ വിവരങ്ങൾ നമുക്ക് നേടിയെടുക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. അതേമാതിരി തന്നെ ഏതെങ്കിലും ഒരു കമ്പനിയുടെ പ്രവർത്തനങ്ങളെ വിലയിരുത്താൻ വേണ്ടിയിട്ടാണെങ്കിലും ആ കമ്പനിയിലേക്ക് കയറി അതിന്റെ ആ പ്രവർത്തനങ്ങൾ, അതിപ്പോ നമുക്കറിയാം ചിലപ്പോൾ ഇന്ത്യയിൽ ഉണ്ടാവും അതിന്റെ കമ്പനി, ചിലപ്പോൾ വേറെ ഏതെങ്കിലും പ്ലേസിൽ ഉണ്ടാവും അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും കൺട്രിയിലൊക്കെ. അപ്പൊ ഏത് കൺട്രിയിലെ ലൊക്കേഷനെ കുറിച്ചിട്ട് അറിയാനും അവിടെയുള്ള പ്രവർത്തനങ്ങളെ കുറിച്ച് അറിയാനും ഒക്കെ എന്താണ് ആ വെബ് സൈറ്റിൽ നമുക്ക് കിട്ടിയാൽ മതി. ആ വെബ്സൈറ്റ് വഴി നമുക്ക് അത് കൃത്യമായിട്ട് അറിയാൻ സാധിക്കും. ബ്രൗസർ യൂട്ടിലൈസ് ആയിട്ട് ഉപയോഗം എന്ന് പറയുന്നത് ക്രിയാത്മകമായിട്ട് അത് വിവരിച്ച് അതിലെ വരച്ച് കാണിച്ചു തരുന്ന എക്സ്പ്ലെയിൻ ആൻഡ് ഡിസ്പ്ലേ വെബ് കണ്ടന്റ് അത് കൃത്യമായിട്ട് തന്നെ വിവരിച്ച് തന്നെ കാണിച്ചു തരുന്നു. ദെൻ ടാബ്ഡ് ബ്രൗസിംഗ്, ഇതാണ് ഇതിന്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത്. ടാബ്ഡ് ബ്രൗസിംഗ് എന്ന് വെച്ച് കഴിയുമ്പോൾ ടാബ്ഡ് ബ്രൗസിംഗ് ഈസ് ആൻ എക്സ്പെക്റ്റഡ് ഫീച്ചർ in web browsers that permits the user to open multiple web pages within a single browse window. നമ്മളിപ്പോ ഒരു ബ്രൗസറിൽ കയറി അല്ലെ ഒരു വെബ്സൈറ്റിൽ കയറി അപ്പോഴാണ് ചില വേറൊരു വെബ്സൈറ്റിലും കൂടി കയറിയിട്ട് വേണം ഈ വെബ്സൈറ്റിന്റെ നമ്മൾ ഉദ്ദേശിക്കുന്ന മാറ്ററിനെ കുറിച്ചിട്ട് അറിയുന്നത്. അല്ലെങ്കിൽ എവിടെയെങ്കിലും ഒരു ന്യൂസ് കേട്ടിട്ടാണ് നമ്മൾ കേരള PSC കയറി. അപ്പൊ അതിൽ കേട്ട ന്യൂസ് എന്തായത് എന്തിനെ കുറിച്ചാണ് അന്വേഷിക്കുന്നത്. ഇതിപ്പോ ഏത് കാര്യമാണ്, ഇപ്പൊ ഹോസ്പിറ്റലിലെ ഒരു ഡീറ്റെയിൽസിനെ കുറിച്ചിട്ട് ഒരു ഡോക്ടറിനെ കുറിച്ചിട്ട് അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഹോസ്പിറ്റലിന്റെ അതിലേക്ക് കയറിയത്. അപ്പോഴായിരിക്കും നമുക്ക് വേറൊരു ഫെസിലിറ്റി ആ ഹോസ്പിറ്റലിനെ കുറിച്ചിട്ട് അറിയണം. അപ്പൊ വേറെ ഏതെങ്കിലും ആ വെബ് പേജിൽ നിന്നുകൊണ്ട് തന്നെ നമ്മൾ മറ്റൊരു വെബ് പേജിലേക്ക് കയറാനുള്ള സൗകര്യം കൂടെ ഈ വെബ് ബ്രൗസേഴ്സ് പ്രദാനം ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. അതാണ് പറയുന്നത് ടാബ്ഡ് ബ്രൗസിംഗ് ഈസ് ആൻ ആസ്പെക്റ്റഡ് ഫീച്ചർ ഇൻ വെബ് ബ്രൗസേഴ്സ് that permits users to open multiple web pages within a single browser window. ഒരു വിൻഡോ എടുത്തിട്ട് അതിലേക്ക് വെബ് ബ്രൗസർ അല്ലെ ഓരോന്നിലേക്കും കയറാനുള്ള സൗകര്യം കൂടിയും അത് പ്രദാനം ചെയ്യുന്നത്. വീണ്ടും ബുക്ക് മാർക്സ് ആൻഡ് ഹിസ്റ്ററി പറയുന്നുണ്ട്. Then browsers make users able to bookmark their most liked website for a quick access. നേരത്തെ വിവരിച്ചതാണ്. പെട്ടെന്ന് തന്നെ നമുക്ക് ഓരോ വെബ്സൈറ്റിൽ എടുക്കണമെങ്കിൽ നമ്മൾ ബുക്ക് മാർക്ക് ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ
അത് പെട്ടെന്ന് ഉപയോഗപ്രദമാക്കാൻ സാധിക്കും. They also keep a browsing history, permit users to revisit formerly visited web pages. അതെ, വീണ്ടും വീണ്ടും നമുക്ക് വിസിറ്റ് ചെയ്യാനുള്ള സൗകര്യം കൂടി അത് പ്രദാനം ചെയ്യുന്നുണ്ട്. സെക്യൂരിറ്റി ആൻഡ് പ്രൈവസി, അതായത് നമുക്കറിയാം ഇത് അല്ലെ, നമുക്കൊരു സുരക്ഷിതത്വം കൂടെ ഉറപ്പ് നൽകുന്നതാണെന്ന് പറയുന്നത്. വെബ് ബ്രൗസേഴ്സ് ഗിവ് priority to security and privacy features to protect the users' data and provide a secure browsing experience. അതായത് നമുക്കറിയാലേ, എന്തെങ്കിലും ബ്രൗസറിലേക്ക് നമ്മൾ എന്തെങ്കിലുമൊക്കെ കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് എല്ലാവർക്കും എത്തുന്നു, അത് ഷുവറുള്ള കാര്യമാണ് അല്ലെ. അപ്പൊ അത് അതിലുള്ള കാര്യങ്ങളെല്ലാം എന്താണ്, സത്യമായ കാര്യങ്ങളെ അവര് വെബ് പേജിൽ ഉൾപ്പെടുത്തുള്ളൂ. അല്ലാത്ത കാര്യങ്ങളൊന്നും എന്താണ് അതില് വെബ് പേജിൽ ഉൾപ്പെടുത്തണമെന്നില്ല. അതൊരു എന്താണ്, നമുക്ക് എല്ലാവർക്കും എന്താ ആശയങ്ങൾ തരുന്നതെല്ലാം ഒരു സുരക്ഷിതമായിട്ടുള്ള ആശയങ്ങൾ തന്നെ അത് പ്രദാനം ചെയ്യുകയുള്ളൂ എന്നുള്ളതാണ് കൃത്യമായിട്ടുള്ള കാര്യം. ഇപ്പൊ നമ്മൾ എടുക്കുന്ന വെബ്സൈറ്റ് വഴിയാണ് ഓരോ കാര്യങ്ങളും അറിയുകയും ചെയ്യുകയും ചെയ്യുന്നു. അപ്പൊ എന്താണ്, അതില് സുരക്ഷിതമായിട്ടുള്ള ഡീറ്റെയിൽസ് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം അതിൽ കൃത്യമായിട്ട് തന്നെ കൈകാര്യം ചെയ്യുന്നില്ല. ആ വെബ്സൈറ്റ് വഴി കയറി നമുക്ക് എന്തെങ്കിലും കൈകാര്യം ചെയ്യേണ്ടതുണ്ടെങ്കിൽ അത് കൃത്യമായി തന്നെ കൈകാര്യം ചെയ്യാനായിട്ട് സാധിക്കും എന്നുള്ള ഒരു സെക്യൂരിറ്റി അത് പ്രൊവൈഡ് ചെയ്യുന്നു. Then popular web browsers consist of Google Chrome, Mozilla Firefox, Apple Safari, Microsoft Edge and Opera. അതായത് വ്യത്യസ്ത തരത്തിലുള്ള ബ്രൗസേഴ്സുകൾ ഉണ്ട് അല്ലെ. ക്രോം വഴി ചെയ്യുന്നവരുണ്ട്, മൊസില്ല ഫയർഫോക്സ് ഉണ്ട്, ആപ്പിൾ സഫാരി, അതായത് മൈക്രോസോഫ്റ്റ്, ഇതെല്ലാം എല്ലാ വെബ് ബ്രൗസേഴ്സ് ആണെന്നുള്ള കാര്യം ഓർത്ത് വെക്കുക. അതായത് വ്യത്യസ്ത കാര്യങ്ങളുണ്ട് അല്ലെ. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി ഓരോന്നും ഓരോ കമ്പനികൾ അല്ലെങ്കിൽ ഓരോ ഓർഗനൈസേഷൻ അല്ലെങ്കിൽ ഒരു ഹോസ്പിറ്റലില് എന്താണ് പ്രധാനമായിട്ടും ചില കാര്യങ്ങളായിട്ട് അറിയാൻ ഉപയോഗിക്കുന്നത്. ചില ഇതിൽ കൂടുതൽ ഡീറ്റെയിൽസ് ഉണ്ടാവും, ചിലതിൽ കുറച്ച് ഡീറ്റെയിൽസ് ഒക്കെ നമുക്ക് കിട്ടിയത്. ചില കാര്യങ്ങൾ അറിയാനായിട്ട് ചില ബ്രൗസറുകൾ തന്നെ യൂസ് ചെയ്യും. അങ്ങനെ വ്യത്യസ്ത തരത്തിലുള്ള പേരുകളിലുണ്ട്. ക്രോം ഉണ്ട്, മൊസില്ല ഫയർഫോക്സ് ഉണ്ട്, ആപ്പിൾ സഫാരി ഉണ്ട്, മൈക്രോസോഫ്റ്റ് എഡ്ജ് ഉണ്ട്, അങ്ങനെയുള്ള ബ്രൗസേഴ്സുകളുണ്ട്. Then users have the flexibility to select the browser that best suits their preferences, needs and platform of choose. അപ്പൊ നമ്മൾ എന്താണ് യൂസേഴ്സ് അല്ലെ, ഉപയോഗിക്കുന്ന വ്യക്തികളാണ് അത് സെലക്ട് ചെയ്തതിലൂടെയാണ് നമുക്ക് വിവരങ്ങൾ കണ്ടെത്തേണ്ടതുള്ളത്. എന്നുള്ള പ്രിഫറൻസിലാണ് മുൻഗണന കൊടുക്കുന്നത്, അതിനനുസരിച്ചുള്ള ആവശ്യങ്ങളും മുൻഗണനകളും അനുസരിച്ച് തെരഞ്ഞെടുപ്പൊക്കെ മുൻഗണന മനസ്സിലാക്കിയിട്ടാണ് ഇത്തരത്തിലുള്ള വെബ് ബ്രൗസറുകൾ നമ്മൾ യൂസേഴ്സ് തെരഞ്ഞെടുക്കുന്നത് എന്നോട്ടാണ് പറയുന്നത്. നേരെ ഒരു ചെറിയ മോഡലുകളുടെ കാണിക്കുന്നുണ്ട്. നമ്മൾ മൊബൈൽ ഉപയോഗിക്കുന്നവരായതുകൊണ്ടല്ല തന്നെ എല്ലാവർക്കും ഇതിന്റെ സെർച്ച് ചെയ്യുന്നതും ഗൂഗിളിൽ നമ്മൾ ക്രോം അടക്കുന്നതും ഒക്കെ കാണിക്കും. വെബ് ബ്രൗസേഴ്സുകളൊക്കെ വരുന്നു, നമ്മൾ അതനുസരിച്ചുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. അതിന്റെ ഒരു മോഡലുകൾ ഇവിടെ കാണിച്ചിട്ടുണ്ട്, ജസ്റ്റ് വായിച്ചു നോക്കാം. നെക്സ്റ്റ് ക്ലാസ്സിൽ വരുമ്പോ നിങ്ങൾ മെഡിക്കൽ എക്യുപ്മെന്റ് അല്ലെ, നിങ്ങൾക്ക് എടുക്കാനുള്ളത് ഒരു ചാപ്റ്റർ അല്ലേ ഉള്ളൂ. ലോണ്ടറി മെഡിക്കൽ എക്യുപ്മെന്റും കൂടി അല്ലേ ഉള്ളൂ. ഇനി നിങ്ങൾക്ക് അറിയാനുള്ളത് ലോണ്ടറി മെഡിക്കൽ എക്യുപ്മെന്റും കൂടിയല്ലേ. അപ്പൊ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ഇത് അറിയാനധികം ടൈം വരും എന്ന് തോന്നുന്നില്ല. എന്തായാലും എല്ലാം കൂടി ഇന്ന് എടുത്ത് തീർക്കുന്നില്ല. അപ്പൊ ആ ചാപ്റ്റർ അല്ലെ, ഇത് കഴിഞ്ഞിട്ട് മെഡിക്കൽ എക്യുപ്മെന്റ് തുടങ്ങി വെക്കാം. ക്വസ്റ്റ്യൻസ് തീരുകയാണ് ഇതിന്റെ ഇതോടുകൂടി. എന്തായാലും മെഡിക്കൽ എക്യുപ്മെന്റ് കൊണ്ട് എല്ലാവരും കൂടി അല്ലെ കുറച്ചുണ്ട്, അത് തീരുന്നതനുസരിച്ചിട്ട് കൈകാര്യം ചെയ്യാം. മെഡിക്കൽ എക്യുപ്മെന്റ് നിങ്ങൾക്ക് എന്താണ് ഹോസ്പിറ്റലിൽ ഉപയോഗിക്കുന്ന എക്യുപ്മെന്റ്സ് ആണ്. ഒരു പുതിയ ചാപ്റ്റർ ആണ്, അതിന്റെ നമ്പർ എനിക്ക് കൃത്യമായിട്ട് നോക്കിയിട്ടില്ല. മെഡിക്കൽ എക്യുപ്മെന്റ് എന്നുള്ളത് നെക്സ്റ്റ് ഇത് വരുമ്പോ കൊണ്ടുവരാം.
ഹോസ്പിറ്റലിൽ ഉപയോഗിക്കുന്ന എക്യുപ്മെന്റ്സ് ആണ് പ്രധാനമായിട്ട് അതിലുണ്ട്. ഒരുപാട് എക്യുപ്മെന്റ്സിന്റെ പേരും അതിന്റെ പ്രവർത്തനമാണ് അതിൽ കാണിച്ചിരിക്കുന്നത്. അത് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. പുറത്ത് മുണ്ടിട്ടായിട്ട് എന്തെങ്കിലും ഡൗട്ടുകളുണ്ടോ? ആപ്ലിക്കബിലിറ്റി ചോദിച്ചിരുന്നു. ശരി, അതില് ആപ്ലിക്കബിലിറ്റി എന്ന് പറയുമ്പോൾ നമ്മള് പവർ ഇതില് അല്ലെ, നമ്മൾ എക്സൽ ആണ് ലാസ്റ്റ് പഠിച്ച് നിർത്തിയത്. എക്സലിന്റെ ഉപയോഗം എന്താണെന്നുള്ളതെല്ലാം പറഞ്ഞായിരുന്നു. അപ്പൊ എക്സൽ പ്രധാനമായിട്ടും അതിന്റെ ഷീറ്റുകൾ അല്ലെ, അത് ഒരുപാട് ഷീറ്റുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. കാൽക്കുലേഷൻസും കാര്യങ്ങളൊക്കെയാണ് പ്രധാനമായിട്ടും അപ്പൊ അതിന് കീപ്പ് ചെയ്ത് വെക്കുന്നത്. അപ്പൊ അതിനനുസരിച്ച് ഹോസ്പിറ്റലില് അതിന്റെ ഉപയോഗപ്രദം എന്ന് പറയുന്നത് ഡാറ്റ മാനേജ്മെന്റ് ആൻഡ് അനാലിസിസ്. അതായത് നമ്മൾ എക്സൽ വഴിയായിട്ടാണ് നമ്മൾ എല്ലാ കാര്യങ്ങളും റെക്കോർഡ്സുകളെല്ലാം കീപ്പ് ചെയ്യുന്നതെങ്കിൽ അതെടുത്തിട്ട് ഓരോന്നും ഫിനാൻഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ കീപ്പ് ചെയ്യുന്നത് അതിലൂടെ ആവുമ്പോൾ എന്താണ്, നമ്മൾ എന്തെങ്കിലും അല്ലെ എവിടെയെങ്കിലും ഒക്കെ വേരിയേഷൻസ് ഒക്കെ വരുത്തേണ്ടതുണ്ട്. ഇപ്പൊ നമുക്കിപ്പോ ഹോസ്പിറ്റലില് ചിലയിടത്തൊക്കെ കുറച്ച് കാര്യങ്ങൾ കൂടി അല്ലെ ചെയ്യേണ്ടതുണ്ടാവും. ചില കാര്യങ്ങളൊക്കെ ഹോസ്പിറ്റൽ റെക്കോർഡ്സ്, പേഷ്യൻസ് ഇൻഫോർമേഷൻസ്, ഫിനാൻഷ്യൽ ഡാറ്റ ആൻഡ് ഇൻവെന്ററി മാനേജ്മെന്റ് can all be effectively planned and stored in Excel spreadsheet. അതായത് നമ്മൾക്ക് അവരവരുടെ ഓരോന്നിന്റെ ഡീറ്റെയിൽസ് എടുത്തിട്ട് അല്ലെ, ഇൻവെന്ററി മാനേജ്മെന്റ് എന്താണ്, ഇൻവെന്ററിയുടെ ഡീറ്റെയിൽസ്, സ്റ്റോക്കുമായി ബന്ധപ്പെട്ട ഡീറ്റെയിൽസ് എടുത്തിട്ടാണ് ഇൻവെന്ററി മാനേജ്മെന്റ് തീരുമാനിക്കുന്നത്. എത്രത്തോളം പുതിയ വസ്തുക്കൾ മേടിക്കേണ്ടതുണ്ട്, ഇവിടെ ഷോർട്ടേജ് വന്നിരിക്കുന്നത് അല്ലെങ്കിൽ കൂടുതലായിട്ടുള്ള വസ്തുക്കൾ എന്തൊക്കെയാണ് എന്നുള്ളത് ഇൻവെന്ററി മാനേജ്മെന്റ് തീരുമാനിക്കുക. അതേപോലെ തന്നെ ഹോസ്പിറ്റൽ റെക്കോർഡ്സുകളെല്ലാം എടുത്ത് പരിശോധന ചെയ്തിട്ടാണ് റെക്കോർഡുമായി ബന്ധപ്പെട്ട തീരുമാനങ്ങളെല്ലാം അവർ എടുക്കുന്നത്. പേഷ്യൻസിന്റെ ഇൻഫോർമേഷൻസ് ബേസ് ചെയ്തിട്ട് എത്രത്തോളം പേഷ്യൻസ് വന്നിട്ടുണ്ട്, അവരെ ഇപ്പൊ ഡിസ്ചാർജ് ഒക്കെ ചെയ്ത് പോയിട്ടുണ്ട്, അപ്പൊ ഇനി എത്രത്തോളം ഒഴിവുകളുണ്ട്, അങ്ങനെ എല്ലാ ഡീറ്റെയിൽസും പേഷ്യന്റിന്റേതായ ഇൻഫോർമേഷൻ ബേസ് ചെയ്ത് തീരുമാനിക്കാൻ പറ്റുന്നു. ഫിനാൻഷ്യൽ ഡാറ്റ, ഫിനാൻഷ്യൽ എന്ന് വെച്ചാൽ സാമ്പത്തിക ഇടപാടുകളെല്ലാം ഇതില് റെക്കോർഡ് ചെയ്ത് സേവ് ചെയ്ത് സൂക്ഷിച്ചേക്കുന്നതനുസരിച്ചിട്ടാണ് അതിന്റെ വെളിച്ചത്തിലാണ് അതുമായി ബന്ധപ്പെട്ട തീരുമാനങ്ങളെല്ലാം എടുക്കുന്നത്. സോഫ്റ്റ്വെയർ ഫംഗ്ഷനൈസ് ലൈക്ക് സോർട്ടിംഗ്, ഫിൽറ്ററിംഗ് ആൻഡ് ഡാറ്റ വാലിഡേഷൻ. അപ്പൊ ഇതിന്റെ ഒരു പ്രത്യേകത നമ്മൾ നേരത്തെ പറഞ്ഞു, നമ്മൾ ഒരുപാട് ഒരു ഇയർലി കുറച്ച് ഡാറ്റാസുകളെല്ലാം നമ്മൾ കൊടുക്കുമ്പോൾ അതിൽ നിന്ന് എന്തെങ്കിലും ഒരു ഭാഗം, പ്രത്യേക ഭാഗം സോർട്ട് ചെയ്തെടുക്കണമെങ്കിൽ അല്ലെ, നമ്മുടെ പിന്നെ ഇയറില് അല്ലെങ്കിൽ ഇത്രയും എമൗണ്ട് ഉള്ള വ്യക്തിക്ക് മാത്രം നമുക്ക് കിട്ടണം, അത്രയും സാലറി മേടിക്കുന്നവരെ കിട്ടണം. അപ്പൊ എന്ത് ചെയ്യുമ്പോൾ അത്രയും സാലറി നമ്മൾ പേ ചെയ്തിട്ട് സോർട്ട് ചെയ്തെടുക്കും. അപ്പൊ പെട്ടെന്ന് തന്നെ അത്രയും എണ്ണങ്ങളുടെ ഇടയിൽ നിന്ന് സോർട്ട് ചെയ്തെടുക്കാൻ സാധിക്കും. അതല്ലെങ്കിൽ ഇന്നില്ല ഇതുകൾ ഏതെങ്കിലും മേഖല തിരിച്ചിട്ട് എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ചെയ്യണമെങ്കിൽ, നമുക്ക് എന്തെങ്കിലും മെഡിസിൻസിന്റെ കാര്യങ്ങളൊക്കെ അറിയണമെങ്കിൽ ഇന്ന് മെഡിസിൻസ് അതെവിടെ കീപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ അതിന്റെ ഫേസ് ചെയ്താൽ അതിന് എന്തെങ്കിലും നമുക്ക് പ്രത്യേകമായിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ അല്ലെ, ചില കാര്യങ്ങളൊക്കെ ഒഴിവാക്കേണ്ടതുണ്ടാവും, ഫിൽറ്റർ ചെയ്യും അല്ലെ. അപ്പൊ നല്ലത് മാത്രം നിലനിർത്തി ചീത്തയിൽ നമുക്ക് തള്ളിക്കളയാനുണ്ടാവും. വാലിഡേഷൻ ഉള്ള മരുന്നുകളൊക്കെ ഏതൊക്കെയാണ് നമ്മൾ തിരിച്ചറിയാനുണ്ടാവും. ഇവരുടെ ഡേറ്റിനുള്ളിൽ ഇനി അത് എക്സ്പയറി കഴിഞ്ഞ സാധനങ്ങളാണ്, അതിനെയൊക്കെ റിമൂവ് ചെയ്ത് കളയണം. അപ്പൊ അതൊക്കെ കൃത്യമായിട്ട്. അപ്പൊ ആപ്ലിക്കബിലിറ്റി എന്നോട് ചോദിച്ചതാരാ, ഇതിന്റെ ആപ്ലിക്കബിലിറ്റി അതിന്റെ ഹോസ്പിറ്റലല്ലേ, ഞാൻ ആപ്ലിക്കബിലിറ്റി എനിക്ക് മനസ്സിലായില്ല എന്ന് പറഞ്ഞത് മൈക്രോസോഫ്റ്റിന്റെ എക്സലിന്റെ ആപ്ലിക്കബിലിറ്റി ആണ് ഞാൻ പറയുന്നത്. ആക്ച്വലി നിങ്ങൾക്ക് വേണ്ടി അല്ലെ പേര് ആൾക്ക് വേണ്ടിയിട്ടാണ് ഞാനത് പ്രധാനമായിട്ടും പറയുന്നത്. ഫസ്റ്റ് പോയിന്റ് ഇപ്പൊ പറഞ്ഞത് ആപ്ലിക്കബിലിറ്റി ഇൻ ഹോസ്പിറ്റൽ ഡാറ്റ മാനേജ്മെന്റ് ആൻഡ് അനാലിസിസ്. ദെൻ സെക്കൻഡ് പോയിന്റ് വരുന്നത് പേഷ്യന്റ് ഷെഡ്യൂളിംഗ് ആൻഡ് അപ്പോയിന്റ്മെന്റ്സ്. അപ്പൊ എക്സൽ വഴി ആയിട്ടാണ് പേഷ്യൻസിന്റെ അപ്പോയിന്റ്മെന്റ്സ് ഒക്കെ നമ്മൾ ക്യാച്ച് ചെയ്യുന്നതെങ്കിൽ അതനുസരിച്ചിട്ട് ഡോക്ടേഴ്സിന് ഷെഡ്യൂൾ ചെയ്ത് കൊടുക്കാൻ പറ്റും അല്ലെ, ഓപ്പറേഷൻ കാര്യങ്ങളൊക്കെ തീരുമാനിക്കാനായിട്ട്
മറ്റേ ആസൂത്രണ കാര്യങ്ങളൊക്കെ അല്ലെ, പേഷ്യൻസിന്റേതായിട്ടുള്ള കാര്യങ്ങളൊക്കെ അപ്പോയിന്റ്മെന്റ്സിന്റെ ബേസിൽ ഷെഡ്യൂൾ ചെയ്തിരിക്കാൻ സാധിക്കും. ബഡ്ജറ്റ് ആൻഡ് ഫിനാൻഷ്യൽ അനാലിസിസ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഒരു ഇച്ചിരി കാലത്തേക്ക് അല്ലെ ഭാവിയിൽ ഫ്യൂച്ചർ എക്സ്പാൻഡ് ചെയ്യേണ്ട വല്ല കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് ആ ഭാഗത്തേക്ക് നല്ല ബഡ്ജറ്റ് ചെയ്ത് ഇത്രയും എമൗണ്ട് നീക്കി വെക്കേണ്ടതുണ്ട്. അപ്പൊ അത്തരത്തിലുള്ള അനാലിസിസ് ഒക്കെ നടത്താൻ വേണ്ടിയിട്ട് നമ്മുടെ എക്സലിൽ കാണിക്കുന്ന എമൗണ്ട്സിന്റെ ബേസിലൊക്കെ എത്രത്തോളം ഇങ്ങനെ നീക്കിയിരിപ്പ് നടത്താൻ സാധിക്കും എന്ന് തീരുമാനിക്കാൻ സാധിക്കുകയുള്ളൂ. അതാണ് ഇവിടെ പറയുന്നത്. ബൈ ഫോമിംഗ് spreadsheet for budget planning, expense tracking, revenue projections and cost analysis, we can better handle finance, identify area for improvement and make informed financial decisions. അതായത് ഏതെങ്കിലും ഏരിയക്ക് പ്രോഫിറ്റബിൾ ആക്കണമെങ്കിൽ അത് എവിടെ ആ ഏരിയ ഏതാണ്, അല്ലെങ്കിൽ അവിടേക്ക് ഇവിടെ എന്തൊക്കെ ഫണ്ട് ഡെപ്പോസിറ്റ് ചെയ്യണം, മെഷീനറി മേടിക്കണോ, ഹ്യൂമൻ റിസോഴ്സസ് അവിടെ ഇറക്കണോ, അവിടേക്ക് ഇത്രയും ഫണ്ട് ചെലവഴിക്കണോ എന്നൊക്കെ തീരുമാനം എടുക്കാനായിട്ട് സാധിക്കുന്നു. ഇൻവെന്ററി മാനേജ്മെന്റ് എന്ന് പറഞ്ഞത് നമുക്കറിയാം സ്റ്റോക്കുമായി ബന്ധപ്പെട്ടത് അല്ലെ. ഒരു സ്റ്റോക്ക് ലെവൽ ഉണ്ട് നമുക്ക്. ഹോസ്പിറ്റലിലെ എക്യുപ്മെന്റ്സിന്റെ സംബന്ധിച്ചായിരിക്കും ഒരുപക്ഷെ ഫാർമസ്യൂട്ടിക്കൽ ആയിട്ടുള്ള വസ്തുക്കൾക്ക് വേണ്ടിയിട്ടൊക്കെ സ്റ്റോക്ക് അവിടെ മസ്റ്റായിട്ട് കീപ്പ് ചെയ്യേണ്ടതുണ്ട്. അത് കൃത്യമായിട്ടുള്ള എക്സ്പയറി ഡേറ്റ് അനുസരിച്ചിട്ട് അത് കീപ്പ് ചെയ്യുക. Excel can be used to find and manage inventory, which includes medical supplies, equipment and pharmaceuticals. By keeping correct records of the stock level, expiry date and recording thresholds, we can avoid scarcity or overstocking, optimize inventory turnover and reduce cost. അതായത് അങ്ങനെ വരുമ്പോൾ എന്താണ് നമ്മുടെ ലഭ്യമായ ഏതെങ്കിലും മെഡിസിൻസോ അല്ലെങ്കിൽ എക്യുപ്മെന്റ്സ് ഒന്നും ഇല്ല, അതിന് ഒരു ക്ഷാമം അനുഭവപ്പെടാൻ സാധിക്കുകയില്ല. ഓവർ സ്റ്റോക്കിങ് ഒരുപാട് ബൾക്കായിട്ട് സ്റ്റോക്ക് ചെയ്യേണ്ട ഒരു അവസ്ഥയും വരില്ല. അപ്ഡേറ്റ് ആയിട്ട് തന്നെ മതിയായ രീതിയിൽ പർച്ചേസ് ചെയ്ത സാധനങ്ങൾ സംഘടിപ്പിച്ച് അവിടെ സ്റ്റോക്ക് ചെയ്യാനായിട്ട് സാധിക്കും. അതാണ് ഹോസ്പിറ്റലിലെ നമ്മുടെ ആപ്ലിക്കബിലിറ്റി പറഞ്ഞത്. ആപ്ലിക്കബിലിറ്റി ഇൻ ഹോസ്പിറ്റല് എക്സലിന്റെ. ഓക്കെ, ക്ലിയർ ആയോ? ഓക്കെ, അങ്ങനെയെങ്കിൽ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. ഓക്കെ, അപ്പൊ നമ്മുടെ ഞാൻ ഇപ്പൊ എടുത്തത് എന്തായാലും ക്ലാസ് റൂമിൽ ചെയ്തിട്ടുണ്ടാവും, സേവ് ചെയ്തിട്ടുണ്ടാവും. അതായത് ഇന്നെടുത്തത് മാത്രമല്ല, കഴിഞ്ഞ ക്ലാസ്സിൽ കയറാത്തതുകൊണ്ടായിരിക്കാം നിങ്ങൾക്ക് മനസ്സിലാവാതിരുന്നത്. പക്ഷെ ഞാൻ ഇന്നൊന്ന് ജസ്റ്റ് റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞിട്ടുണ്ട് അതിന്റെ ഉപയോഗപ്രദമായ കാര്യം എന്താണെന്നുള്ളത്. വീണ്ടും നിങ്ങൾ അതായത് ക്ലാസ് റൂമിൽ കയറി നോക്കുമ്പോൾ കാഴ്ച ചെയ്യാൻ സാധിക്കും. പ്രത്യേകിച്ചൊന്നുമില്ല. എക്സൽ എന്നുള്ളത് അതിന്റെ ബേസിൽ, ആ ഡാറ്റയുടെ ബേസിൽ കുറെ തീരുമാനങ്ങൾ എടുക്കാൻ സാധിക്കും എന്നുള്ളത് 1 by 1 ആയിട്ട് പറയുന്നത്. പക്ഷെ എന്താ, പേഷ്യൻസിന് അപ്പോയിന്റ്മെന്റ്സ് ഷെഡ്യൂൾ ചെയ്യാൻ സാധിക്കും, ഇൻവെന്ററി മാനേജ് ചെയ്യാൻ സാധിക്കും, ഫിനാൻഷ്യൽ സാമ്പത്തിക വശത്തെ കുറിച്ച് ആലോചിക്കാനായിട്ടും ഇത്തരത്തിലുള്ള എക്സൽ ഷീറ്റിന്റെ ആ ഒരു ഡീറ്റെയിൽസിന്റെ അടിസ്ഥാനത്തിൽ സാധിക്കുമെന്ന് മാത്രമേ പ്രത്യേകമായിട്ട് എടുത്ത് പറയുന്നു. ഓക്കെ ഓക്കെ, നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. ഓക്കെ, താങ്ക് യു.